ഓക്കെ. അപ്പൊ അതായത് ഇവരിങ്ങനെ പറയും, അന്ന് എന്നെ ഇങ്ങനെ ഉപദ്രവിച്ചിട്ടുണ്ടായിരുന്നു, അന്ന് എന്നെ വിഷമിച്ചിട്ടുണ്ടായിരുന്നു, അവരന്ന് പറഞ്ഞ ആ ഒരു വാക്ക്, ആ വാക്കിന്റെ കാഠിന്യം അത്രത്തോളം കൂടുതലാണ്, അന്ന് മുതൽ എന്റെ ഉറക്കം കെടുത്താണ് എന്നുള്ള രീതിയിൽ പാസ്റ്റില് കഴിഞ്ഞ കാലഘട്ടത്തില് നമ്മളെ കൂടെയുള്ള ആൾക്കാരായിക്കോട്ടെ, അല്ലാത്ത വളരെ അടുത്തതല്ലാത്ത ആളുകളിൽ നിന്നിട്ടൊക്കെ ഉണ്ടായ അനുഭവങ്ങളും വിഷമങ്ങളും ഒക്കെയാണ് ഇവരെ ജീവിതത്തിനെ ബുദ്ധിമുട്ടിക്കുന്നത്. അപ്പൊ നമ്മളെ പ്രസന്റ് മൊമെന്റിൽ നമുക്ക് കുറേ ബ്ലെസ്സിങ്സ് ഉണ്ടാവും അല്ലെ, ഒരുപാട് അനുഗ്രഹങ്ങൾ ഉണ്ടാവും, ഒരുപാട് സന്തോഷങ്ങൾ നമ്മുടെ ഈ ഒരു പ്രസന്റ് മൊമെന്റിൽ ഈ നിമിഷത്തിൽ നടക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് പലപ്പോഴും മനസ്സ് അതിൽ ശ്രദ്ധ കൊടുക്കാൻ വേണ്ടി പറ്റൂല. അതായത് ഇപ്പൊ നിങ്ങളൊരു പ്രോഗ്രാമിൽ, ഇപ്പൊ ഒരു നല്ല സന്തോഷം ഉണ്ടാക്കുന്ന കല്യാണം പോലത്തെ ഒക്കെ പ്രോഗ്രാമിൽ നമ്മൾ പോയി ഇരിക്കുകയാണെങ്കിൽ പുറമേക്ക് നമ്മൾ നല്ല ഡ്രസ്സ് കാര്യങ്ങളൊക്കെ ഇട്ടിരുന്നാലും പലരുടെയും ഉള്ളിൽ അവര് നീറി പുകയുന്നുണ്ടാവും. പണ്ടത്തെ പഴയ അനുഭവങ്ങള്, പഴയ ആരൊക്കെയോ പറഞ്ഞ വാക്കുകൾ, ആരൊക്കെയോ തന്ന മുറിവുകൾ, ഇതൊക്കെ ആലോചിച്ചിട്ട് ഇങ്ങനെ വിഷമിക്കുന്നുണ്ടാവും. അപ്പം ഇതിനൊക്കെയുള്ള ഏക മരുന്ന് എന്ന് പറഞ്ഞാൽ പുറത്തു കൊടുക്കുക എന്നുള്ളതാണ്. നമ്മൾ മൈൻഡ് പവറിലും മൈൻഡ് കോച്ചിങ്ങിലൊക്കെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്ന ഒരു കാര്യമാണ് ഫോർഗിവ്നെസ് എന്നുള്ളത്, ഫോർഗിവ്നെസ് ജേർണലിംഗ് എന്നൊക്കെ ഉള്ളത്, മാപ്പ് കൊടുക്കുക എന്നുള്ളത്. പക്ഷെ നമ്മളിപ്പം ഇതിനെ പുതിയൊരു രീതിയിൽ മൈൻഡ് പവറിന്റെയും ഇതിന്റെ ഒക്കെ രീതിയിൽ ഫോർഗിവ്നെസ് എന്നൊക്കെ പറഞ്ഞ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് ഹീലിങ്ങിനുള്ള ടൂളാണ്, നിങ്ങളുടെ മനസ്സിലുള്ള മുറിവുകൾ മാറാനുള്ള ടൂളാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കൊടുക്കുന്ന സമയത്ത് ആളുകൾ പുതിയ രീതിയിൽ അത് ചെയ്യും. അവർക്ക് നല്ല മാറ്റം ഉണ്ടാവാറുണ്ട്. അതായത് ഒരുപാട് വർഷത്തിന് ശേഷം ഉറങ്ങും, ശരീരത്തിന്റെ ഭാരം തന്നെ കുറഞ്ഞ പോലെ, മനസ്സിന്റെ ഭാരം കുറഞ്ഞ പോലെ, ഫുള്ളായിട്ട് അവർ ഫ്രീ ആയ പോലെ അവർക്ക് അനുഭവിക്കാൻ വേണ്ടി പറ്റും. എന്നാൽ ഇതേ കാര്യത്തിനെ തന്നെ നമ്മൾ ചെറുപ്പത്തിൽ മദ്രസയിൽ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്തെ നമുക്ക് പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ബാലപാഠങ്ങളായിട്ട് നമ്മൾ ഇസ്തിഗ്ഫാർ അല്ലെങ്കിൽ മാപ്പ് കൊടുക്കുക, പുറത്തു കൊടുക്കണം, നമ്മൾ കൂടെ ഉള്ളവരോടുള്ള ദേഷ്യം ഉള്ളിൽ വെക്കരുത്, അതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. പക്ഷെ പഠിക്കാന്നുള്ളതിലപ്പുറത്തേക്ക് ജീവിതത്തിൽ എത്രത്തോളം പ്രാവർത്തികമാക്കിയിട്ടുണ്ടോ എന്ന് നമ്മൾ തന്നെ നമ്മളോട് ചോദിക്കേണ്ട കാര്യം. ഇപ്പൊ പ്രത്യേകിച്ചും ഈ റമദാൻ പോലത്തെ മന്തൊക്കെ വരുന്ന സമയത്ത് നമ്മൾ ആ ഒരു ആത്മീയ ബോധം ഉണർന്നിട്ട് എന്ത് ചെയ്യും, ഓക്കെ ഈ ഒരു മാസം പുറത്തു തരലിന്റെ മാസമാണ്, അപ്പൊ നമ്മൾ ക്രിയേറ്ററിനോട്, നമ്മുടെ സൃഷ്ടാവിനോട്, ദൈവത്തിനോട് ഒരുപാട് പാപ് ചോദിക്കും അല്ലെ, നമുക്ക് പുറത്തു തരുന്ന മാസമാണ്, അപ്പൊ അതിനെ കൊണ്ട് നമുക്ക് ഉണ്ടായിട്ടുള്ള എല്ലാ പാപങ്ങളും നമ്മൾ പൊറുക്കലിനെ ചോദിക്കും. നമുക്ക് അറിയും ചെയ്യാം അത്രത്തോളം പുറത്തു തരുന്ന ലവിങ് ആയിട്ടുള്ള ഒരാളാണ് ക്രിയേറ്റർ. നല്ല രീതിയിൽ പുറത്തു തരുന്ന ചെയ്യും, നമുക്ക് എത്ര വേണേലും ചോദിക്കാന്നുള്ളത്. അതുകൊണ്ട് നമ്മൾ ആ രീതിയിൽ ആത്മീയപരമായിട്ടുള്ള രീതിയിൽ അങ്ങനെ നോക്കും. പക്ഷെ ഈ ഒരു മാപ്പ് കൊടുക്കുക എന്നുള്ള കാര്യം കേവലം ഈ ഒരു മാസം ഈ ഒരു പത്തില് മാത്രം ചോദിക്കേണ്ടതോ ഉപയോഗിക്കേണ്ട ഒരു കാര്യമില്ല. ഒരാളുടെ ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റേണ്ട ഒരു കാര്യം. നമ്മളിപ്പം ഫുഡ് കഴിക്കുന്നു, ശരീരത്തിന് വേണ്ടി നല്ല ഭക്ഷണം കഴിക്കുന്നു, നല്ല വസ്ത്രം ധരിക്കുന്നു, ഇതുപോലെ തന്നെ നമ്മളെ മനസ്സിന്റെ ആരോഗ്യത്തിനും നമ്മുടെ ആത്മീയ ആരോഗ്യത്തിനൊക്കെ വേണ്ടിയിട്ട് നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമാക്കി മാറ്റേണ്ട കാര്യം മാപ്പ് കൊടുക്കുക എന്നുള്ളൊരു കാര്യം. അപ്പോ നമ്മളടുത്ത് പ്രശ്നങ്ങൾ എന്ന് പറയുന്ന ഒരാൾ, ഉദാഹരണത്തിന് അവർ പറയാണ്, എന്നെ ഈ ഒരാൾ ഒരുപാട് വേദനിപ്പിച്ചു, ഒരുപാട് കുത്തുവാക്കുകൾ പറഞ്ഞു എന്നുള്ള രീതിയിൽ അവരുടെ അനുഭവം പങ്കുവെക്കുന്ന സമയത്ത് അവരെ കേട്ടതിന് ശേഷം നമ്മൾ അങ്ങോട്ടേക്ക് സജസ്റ്റ് ചെയ്ത് കൊടുക്കും. ഓക്കെ, അവരിങ്ങനെയൊക്കെ ചെയ്തു, പക്ഷെ നമ്മൾ എന്താ ചെയ്യുക, അവർക്ക് പുറത്തു കൊടുക്കാം, നിങ്ങൾക്ക് അതിനുള്ള ടെക്നിക്സ് കാര്യങ്ങൾ പഠിപ്പിച്ചു തരാം, നിങ്ങൾ ചെയ്തു നോക്കൂ. അത് കേട്ട സമയത്ത് തന്നെ പല ആളുകളും തിരിച്ചു ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, എന്നെ അത്രത്തോളം വേദനിപ്പിച്ചിട്ടുണ്ട്, നിങ്ങൾക്കത് പറഞ്ഞാൽ മതി, ഞാൻ ഒരിക്കലും പുറത്തു കൊടുക്കൂല. അങ്ങനെ പറയുന്ന കുറെ ആളുകളുണ്ട്. നമ്മൾ തന്നെ കേട്ടിട്ടില്ലേ ചില മനുഷ്യന്മാര് പറയുന്നത്, ഞാൻ മരിച്ചാലും പുറത്തു കൊടുക്കൂല, ഞാൻ അത് മറക്കുകയില്ല, ഞാൻ വിട്ടുകൊടുക്കുകയില്ല എന്ന് പറയാറില്ലേ. അപ്പം ഇവിടെ ഞാൻ പൊറുക്കെ, നിങ്ങൾക്ക് ആരോടെങ്കിലും ഏതെങ്കിലും മനുഷ്യന്മാരോടുള്ള ഇമോഷൻസ്, നമ്മളിപ്പം ഒരു മനുഷ്യനാണെങ്കിൽ ജനിച്ച് ഇന്നേ വരെ എത്തിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്തെങ്കിലും ഒരു അനുഭവങ്ങൾ നമ്മളെ വേദനിപ്പിച്ചിട്ടുണ്ടാവും, ഏതെങ്കിലും ആളുകളോ വാക്കുകളോ ഒക്കെ ആയിട്ട്. അതില്ലാത്ത ഒരു മനുഷ്യനും ഇവിടെ ഉണ്ടാവില്ല. കാരണം നമ്മൾ മനുഷ്യന്മാരിങ്ങനെ പഴകുന്ന സമയത്ത് അങ്ങനെ ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പം നമ്മൾ തീരുമാനിക്കുകയാണ്, ഞാൻ പുറത്തു കൊടുക്കൂല, അവരല്ല എന്നെ വേദനിപ്പിച്ചത്, ഞാൻ എന്തിനാ പുറത്തു കൊടുക്കണേ, അവരെന്നോട് ഇങ്ങോട്ട് ചോദിക്കട്ടെ. ഇത്തരം കാര്യങ്ങൾ നമുക്ക് ആദ്യം മനുഷ്യൻ, കൂടുതൽ ആൾക്കാരെ മനസ്സിലും വരാം അല്ലെ. അവരെന്നെ ഇങ്ങോട്ട് വേദനിപ്പിച്ചു, ഞാൻ എന്തിനാ പുറത്തു കൊടുക്കണേ, അവര് വേണമെങ്കിൽ ഇങ്ങോട്ട് വന്ന് ചോദിക്കട്ടെ. ഇനി ചില ആൾക്കാരുണ്ട്, ഇങ്ങോട്ട് വന്ന് ചോദിച്ചാലും പുറത്തു കൊടുക്കൂല, കാരണം അത്രക്ക് ആഘാതം ഉണ്ടാക്കിയിട്ടുണ്ട്. ഞങ്ങളുടെ കുട്ടികളെ വീട്ടില് എന്താ പറയാ, സമാധാനം കെടുത്തിയിട്ടുണ്ട്, ജോലിയിൽ കുറെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്, വലിയ വലിയ ചതികൾ വഞ്ചനകൾ നടത്തിയിട്ടുണ്ട്. എന്നിട്ട് ഇനി പുറത്തു കൊടുക്കാനോ, പുറത്തു കൊടുക്കൂല, അവരായിട്ട് ഇനി ഈ ജീവിതകാലം യാതൊരു ബന്ധമില്ല എന്നൊക്കെ പറഞ്ഞ് കെട്ടിപ്പൂട്ടി മതിലിന്റെ ഉള്ളിൽ ഇരിക്കണ പോലത്തെ ഇരിക്കണ ആൾക്കാരുണ്ട്. സത്യം പറഞ്ഞാലേ നമ്മളെ ഇങ്ങോട്ട് വേദനിപ്പിച്ച ആൾക്കാരായിക്കോട്ടെ, അവർക്ക് നമ്മൾ പുറത്തു കൊടുത്തിട്ടില്ലെങ്കിൽ അവിടെ സംഭവിക്കുന്ന ഒരു കാര്യം എന്താ അറിയോ, അവര് നമുക്ക് തന്ന ഒരു വേദന, ഒരു മുറിവ്, എന്തോ ഒരു നെഗറ്റീവ് അനുഭവം, അത് എവിടെയാണ് കിടക്കുന്നത്, നമ്മുടെ മനസ്സിന്റെ ഉള്ളിലാണ് അല്ലെ. അവരത് തന്നു പോയി, അവരവരുടെ ജീവിതം നല്ല രീതിയിൽ ജീവിക്കുന്നു, അവരുടെ കാര്യങ്ങളൊക്കെ ചെയ്തു പോകുന്നുണ്ടാവും.
മേ ബി അവർക്കുള്ളിൽ കുറ്റബോധം തോന്നിയിട്ട് അവർ അവരുടെ ക്രിയേറ്ററിനോട് നേരിട്ട് മാപ്പ് ചോദിച്ചിട്ടുണ്ടാവും, അവർക്ക് കുറ്റബോധം തോന്നിയിട്ടുണ്ട്. പക്ഷെ നമ്മൾ അത് ഇപ്പോഴും ഓർത്ത് വെച്ചിട്ട് അന്ന് അങ്ങനെ പറഞ്ഞില്ലേ, അന്ന് അങ്ങനെ ചെയ്തില്ലേ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഉള്ളില് ആ ഒരു ഭാരം, അവര് തന്ന എന്തോ ഒരു സംഭവം അത് നമ്മുടെ ഉള്ളിലാണ് എടുത്തു വെച്ചിട്ടുള്ളത്. നമ്മുടെ ഉള്ളില് ഇത്തരം വേസ്റ്റ്, ശരിക്കും പറഞ്ഞാൽ അതൊരു വേസ്റ്റ് ആണ്. ആ വേസ്റ്റ് പോലത്തെ സംഭവം നമ്മുടെ ഉള്ളില്, മനസ്സിന്റെ ഉള്ളില് നമ്മൾ കൊണ്ട് നടക്കുമ്പം പിന്നെ എങ്ങനെയാണ് നമുക്ക് സമാധാനം കിട്ടുക? പിന്നെ എങ്ങനെയാണ് നമുക്ക് നല്ല രീതിയിൽ ഉറക്കം വരിക? നിങ്ങളൊരു കാര്യം ആലോചിച്ച് നോക്കൂ. നിങ്ങളുടെ ഏതെങ്കിലും നിങ്ങളുടെ നൈബർ, നിങ്ങളുടെ അയൽവാസിയോ വേറെ ഏതെങ്കിലും അറിയാത്ത ഒരാളോ അറിയണ ആളോ ആരെങ്കിലും ആയിക്കോട്ടെ, നിങ്ങളെ വീട്ടിലോട്ട് കുറച്ച് വേസ്റ്റ് കൊണ്ടുപോയി നിങ്ങളുടെ വീടിന്റെ ഉള്ളിലിട്ടു. നമ്മൾ പറയാണ് അവര് കൊണ്ടുവന്നിട്ടതല്ലേ, അവര് വേണമെങ്കിൽ എടുത്തു കൊണ്ടുപോട്ടെ. അവര് കൊണ്ടുപോയിട്ടില്ലെങ്കിൽ നമ്മളാണ് ആ വീടിന്റെ ഉള്ളിൽ താമസിക്കേണ്ടത്. നമുക്ക് അവിടെ ദുർഗന്ധം കൊണ്ട് താമസിക്കാൻ പറ്റൂല, ഉറങ്ങാൻ വേണ്ടി പറ്റൂല, നടക്കാനോ ഇരിക്കാനോ ഒന്നിനും പറ്റൂല. ഇതുപോലെ തന്നെയാണ് നമ്മളെ ഇങ്ങോട്ട് വേദനിപ്പിച്ചവരായിക്കോട്ടെ, കുത്തുവാക്കുകൾ പറഞ്ഞതായിക്കോട്ടെ, മനുഷ്യന്മാരിൽ നിന്ന് ഏറ്റിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പുറത്തു കൊടുക്കൂല എന്ന് പറഞ്ഞിട്ട് നല്ല രീതിയിൽ ഇരിക്കുകയാണെങ്കിൽ നമ്മളെ തന്നെ കാർന്ന് തിന്നുകൊണ്ടിരിക്കും, നശിപ്പിച്ചുകൊണ്ടിരിക്കും. കാരണം ഈ കാര്യങ്ങൾ നമ്മളെ ഉള്ളിൽ, മനസ്സിന്റെ ഉള്ളിലാണ് എടുത്തു വെച്ചിട്ടുള്ളത് അല്ലെ. അപ്പൊ നമ്മളിവിടെ പുറത്തു കൊടുക്കുക എന്ന് പറയുമ്പം ആ ആള് വേദനിപ്പിച്ച ആൾക്ക് വേണ്ടിയിട്ട് എന്തോ ഒരു സംഭവമായിട്ട് പുറത്തു കൊടുക്കുക എന്നുള്ളതിനേക്കാളും ഞാൻ എനിക്ക് വേണ്ടിയിട്ട് അവരെ വിട്ടയക്കുന്നു, എനിക്ക് വേണ്ടിയിട്ട് പുറത്തു കൊടുക്കുന്നു എന്ന് കൂടെ കരുതണം. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ചില ആളുകൾ പറയും ഞാൻ പുറത്തു കൊടുക്കുന്നില്ല എന്നുള്ളത്. അപ്പൊ അവരുടെ അടുത്ത് നമ്മൾ അങ്ങോട്ടേക്ക് പറയും, നിങ്ങൾ പുറത്തു കൊടുത്തിട്ടില്ലെങ്കിൽ ഇതിന്റെ ബുദ്ധിമുട്ടുകൾ നിങ്ങൾ തന്നെയാണ് അനുഭവിക്കാൻ വേണ്ടി പോകുന്നത്. കാരണം ഈ പുറത്തു കൊടുക്കപ്പെടാത്ത ഇമോഷൻസും വേർഡ്സും തോട്ട്സും ഒക്കെ നിങ്ങളുടെ മനസ്സിന്റെ ഉള്ളിലാണ് കെട്ടിക്കിടക്കുന്നത്. അത് നിങ്ങളുടെ മാനസികാരോഗ്യത്തിനെ നശിപ്പിച്ചുകൊണ്ടിരിക്കും ഡേ ബൈ ഡേ. അതായത് നമ്മളിപ്പം ഈ വിഷം ഒക്കെ പറയൂലേ, പോയിസൺ ആയിട്ടുള്ള സംഭവങ്ങൾ അതിന്റെ വീര്യം കൂടും എന്ന് പറയുന്ന പോലെ തന്നെ ഇത്തരം കാര്യങ്ങൾ എത്ര കാലം മനസ്സിൽ കൊണ്ട് നടക്കുന്നോ അത്ര കാലം നമ്മുടെ മെന്റൽ ഹെൽത്തിനെ നല്ല രീതിയിൽ ബാധിക്കും. വെറുതെ ആയിട്ടുള്ള സ്ട്രെസ് വരും, ടെൻഷൻ വരും, ആങ്സൈറ്റി വരും, കയ്യിന് വിറയൽ, ഇങ്ങനെ പാനിക് അറ്റാക്ക് പോലത്തെ സംഭവങ്ങൾ വരും. അതുപോലെ തന്നെ നമുക്ക് രാത്രി ഒരു സമാധാനം ഉണ്ടാവില്ല ഉറങ്ങാൻ. കാരണം എങ്ങനെയാണ് സമാധാനം ഉണ്ടാവുക? ഇത്രയും കാര്യങ്ങൾ ഉള്ളിലുണ്ട് അല്ലെ. അപ്പൊ നമ്മളിവിടെ പുറത്തു കൊടുക്കേണ്ടത്, ഇങ്ങോട്ട് വേദനിപ്പിച്ച ആളായാലും നമ്മളിവിടെ പുറത്തു കൊടുക്കേണ്ടത് നമുക്ക് വേണ്ടിയിട്ടാണ്. എന്തിനാണ്? നമുക്ക് വേണ്ടിയിട്ട്. എത്ര വേദനിപ്പിച്ചവരായിക്കോട്ടെ, ഈ നമ്മുടെ ക്രിയേറ്റർ എന്ന് പറയുന്നത്, നമ്മുടെ പടച്ചോൻ എന്നൊക്കെ പറയുന്നത് എത്ര എന്താ പറയാ തെറ്റ് ചെയ്ത ആൾക്കും പുറത്തു കൊടുക്കും. അവരുടെ ഉള്ളിൽ ഒരു കുറ്റബോധം തോന്നിയാൽ അവരൊന്ന് അങ്ങോട്ട് ചോദിച്ചാൽ പുറത്തു കൊടുക്കും. അത് മാത്രമല്ല, ഈ പൊറുക്കലിനെ ചോദിക്കുന്ന ആളെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ക്രിയേറ്റർ ഇങ്ങനെ പുറത്തു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ മനുഷ്യന്മാരെ ഞാൻ പുറത്തു കൊടുക്കൂല എന്ന് പറയുമ്പോൾ നമ്മൾ പലപ്പോഴും ക്രിയേറ്ററിനെക്കാളും അഹങ്കാരമുള്ള ആൾക്കാരായിട്ട് മാറല്ലേ ചെയ്യണത്. ക്രിയേറ്ററിന്റെ മുകളിൽ കയറിയല്ലേ ചെയ്യണത്. എന്തോ ഒരു ഈഗോ സ്റ്റേറ്റ്, ഒരു അഹങ്കാരമുള്ള ആൾക്കാരായിട്ട് മാറല്ലേ. ഈ ഒരു അഹങ്കാരമുള്ള സ്റ്റേറ്റ്, ഒരു ഈഗോ സ്റ്റേറ്റ് വെച്ചിട്ട് നമ്മൾ ഒരുപാട് പ്രാർത്ഥിച്ചിട്ട് എന്താ കാര്യം? ഒരുപാട് എനിക്ക് നന്മ തരണേ, എന്റെ ജീവിതത്തിൽ നല്ലത് തരണേ എന്ന് പ്രാർത്ഥിച്ചിട്ട് എന്താ കാര്യം? അല്ലെ. ക്രിയേറ്ററിന് തന്റെ അടിമകൾ എന്ത് വലിയ തെറ്റ് ചെയ്താലും പുറത്തു കൊടുക്കാനുള്ള ആ ഒരു സംഭവം ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ ക്രിയേറ്ററിന്റെ അടിമകളായിട്ടുള്ള നമ്മൾ മനുഷ്യന്മാർക്കും ആ ഒരു ക്വാളിറ്റി തീർച്ചയായിട്ടും ഉണ്ടാവും. ഇങ്ങോട്ട് എത്ര വേദനിപ്പിച്ചവരായിക്കോട്ടെ അവർക്ക് നിരുപാധികം സ്നേഹത്തിന്റെ ഭാഷയിൽ പുറത്തു കൊടുക്കുക. അല്ലാതെ നമുക്ക് ഇങ്ങനെ ഒരു തോന്നാനും പാടില്ല കേട്ടോ. ഏത് ഞാനൊക്കെ പുറത്തു കൊടുത്തിട്ടാ, അതും ഈഗോ സ്റ്റേറ്റാ. ഞാൻ എന്തോ വലിയ സംഭവം ആയതുകൊണ്ട് പുറത്തു കൊടുത്തെന്ന് പറയണതും ഈഗോ സ്റ്റേറ്റാ. അതല്ലാതെ ഞാൻ എന്റെ സമാധാനത്തിന് വേണ്ടിയിട്ട് എന്ന് പറയണതും നല്ലതാ. കാരണം നമ്മൾ അവർക്ക് പുറത്തു കൊടുക്കുന്ന സമയത്ത് നമ്മൾ അതിനെ വിട്ട് കളയാണ്, നമ്മളെ ഫ്രീ ആക്കി വിടാണ്. ഒരുപാട് കാലമായിട്ട് കൊണ്ട് നടക്കുന്ന ഭാരങ്ങളെല്ലാം നമ്മളിങ്ങനെ ഫ്രീ ആക്കി വിട്ടാൽ എന്തുണ്ടാവും? കളഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? നമുക്ക് തന്നെ ഒരു റിലാക്സേഷൻ ഉണ്ടാവും അല്ലെ. ബോഡിന്റെ ഭാരം കുറഞ്ഞിട്ടുണ്ടാവും. അതുപോലെ നമുക്ക് സ്പിരിച്വൽ ലെവലിലും ആത്മീയപരമായിട്ടുള്ള മേഖലയിലും കുറച്ചും കൂടെ നല്ലൊരു സന്തോഷവും സമാധാനമൊക്കെ കിട്ടും എന്നുള്ളതാണ്. പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനകൾ സ്വീകരിക്കപ്പെടാത്തതിന്റെ ഒരു കാരണം എന്താ അറിയോ? പ്രാർത്ഥനകൾ എന്ന് പറയുമ്പോൾ നമ്മൾ ഭൂമിയിൽ നിന്ന് ആകാശത്തോട്ട് എന്ന് പറയുന്ന പോലെ തന്നെ നമ്മുടെ ക്രിയേറ്ററിനോട് ചോദിക്കുകയാണ് അല്ലെ. അപ്പം നമ്മളിങ്ങനെ ഭൂമിയിലുള്ള ആൾക്കാരോടുള്ള ദേഷ്യവും വിദ്വേഷവും വെറുപ്പും അസൂയ ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മളെ മനസ്സിൽ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം? മുകളിലോട്ട് പ്രാർത്ഥിക്കുന്ന സമയത്ത് ആ പ്രാർത്ഥനകളൊക്കെ അവിടെ കെട്ടിക്കെടുക്കുക എന്ന് പറയൂലേ, അതേപോലെ അവിടെ തടഞ്ഞു വെക്കും. കാരണം എന്താ? തടസ്സം നമ്മുടെ ഉള്ളിലുള്ളത്. അപ്പം അതുകൊണ്ട് തന്നെ പറയാറുണ്ട്, ഇസ്തിഗ്ഫാർ ക്യാൻ ഓപ്പൺസ് ഓൾ ദി ക്ലോസ്ഡ് ഡോർസ് എന്നുള്ളത്. പുറത്തു കൊടുക്കുന്നതിന് എല്ലാ അടഞ്ഞ വാതിലുകളെയും തുറന്നു തരാനുള്ള ശക്തി ഉണ്ട് എന്നുള്ളത്. ആരാണോ അവരെ ലൈഫിൽ പുറത്തു കൊടുക്കുന്നത് ഒരു ശീലമാക്കുന്നത്, അവർക്ക് എന്ത് ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിലും അത് മാജിക്കലി, നമ്മളറിയല്ലോ
എത്ര അടഞ്ഞ വാതിലുകളായാലും എത്ര വഴിയില്ല എന്ന് നമുക്ക് തോന്നുകയാണെങ്കിലും ചിലപ്പോൾ അത് കടമായിരിക്കാം, ഫിനാൻഷ്യലുള്ള വേറെ ബുദ്ധിമുട്ടുകളായിരിക്കാം, ബന്ധങ്ങളിലുള്ള നമ്മുടെ റിലേഷൻഷിപ്പ് ഇഷ്യൂസ് ആയിരിക്കാം. അങ്ങനെ ലൈഫിന്റെ ഏത് ഏരിയയിലും നിങ്ങൾക്ക് എന്ത് ഇഷ്യൂസ് ഉണ്ടെന്നുണ്ടെങ്കിലും നമ്മുടെ ഈ ഇസ്തിഗ്ഫാർ അല്ലെങ്കിൽ പുറത്തു കൊടുക്കുക, ഫോർഗിവ്നെസ്, ഇതൊക്കെ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റാണ്. നമ്മളിൽ അങ്ങനെ ഒരു ക്വാളിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ എത്ര അടഞ്ഞ വാതിലുകളെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ ക്രിയേറ്റർ തുറന്നു തരും എന്നുള്ളതാ. നമ്മൾ പറയല്ലോ നമുക്കുള്ള റിസ്ക് അല്ലെ, നമുക്ക് ഇവിടെ എന്താണോ ഇവിടെ ജീവിക്കാനുള്ളത്, അതിനിപ്പം പാർട്ട്ണർ ആയിക്കോട്ടെ, നമുക്കുള്ള ഓരോ നേരം കഴിക്കാനുള്ള ഭക്ഷണം ആയിക്കോട്ടെ, എല്ലാം നമുക്ക് വേണ്ടി എഴുതപ്പെട്ടതാന്ന് പറയൂലേ. ആ എഴുതപ്പെട്ട നിങ്ങൾക്ക് വേണ്ടി തീരുമാനിക്കപ്പെട്ടതിലൊക്കെ കുറച്ച് വർധനവ് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. കാരണം എന്താ, നമ്മൾ അവിടെ പുറത്തു കൊടുക്കുന്നതിലൂടെ. ഇനി നമ്മൾ പുറത്തു കൊടുക്കാതെ എല്ലാം ഉള്ളിൽ എടുത്തു വെക്കുന്ന ആളാണെങ്കിലോ, ഉള്ളിൽ എടുത്തു വെക്കുന്ന ആളാണെങ്കിൽ ഈ പ്രാർത്ഥനകളൊക്കെ ആകാശത്തിന്റെ ഭൂമിന്റെ ഇടയിൽ കെട്ടിക്കിടക്കുക എന്ന് പറഞ്ഞ പോലെ എന്താണ്, നിങ്ങൾക്ക് ഉത്തരം കിട്ടാത്ത രീതിയിലായി പോകും എന്നുള്ളതാ. അപ്പം നിങ്ങൾ ഭൂമിയിലുള്ളവരോട് കരുണ കാണിച്ചാൽ ആകാശത്തുള്ളവൻ നിങ്ങളോട് കരുണ കാണിക്കുള്ളൂ. നമ്മൾ പലപ്പോഴും കരുണ കാണിക്കാൻ പറയുമ്പോൾ ഓക്കെ സ്വതക്ക കൊടുക്കുക, പുഞ്ചിരിക്കുക, അതൊക്കെ എല്ലാവർക്കും അറിയാം. ചൂടുകാലാണെന്നുണ്ടെങ്കിൽ പക്ഷികൾക്ക് വെള്ളം കൊടുക്കുക, പാവപ്പെട്ടവർക്ക് ഫുഡ് കൊടുക്കുക, അത് മാത്രമല്ല കരുണ. അത് എല്ലാരെ കൊണ്ടും പറ്റും, ഒരുവിധ ആൾക്കാരെ കൊണ്ടൊക്കെ. നിങ്ങൾക്ക് പുറത്തു കൊടുക്കാനുള്ള മനസ്സുണ്ടെങ്കിൽ നിങ്ങൾ ഗ്രേറ്റ് ആണ്. അത്രേ ഉള്ളൂ. നമ്മൾ പലപ്പോഴും നമ്മളെ പവർ കാണിക്കുക, ഞാൻ എന്തോ ആണ്, എനിക്ക് കുറച്ച് ശക്തി ഉണ്ടെന്ന് കാണിക്കൽ എന്താണ്, വിട്ടു കൊടുക്കാതെയാണ്. അതായത് ഞാൻ പുറത്ത് കൊടുക്കുകയില്ല, ഞാൻ വിട്ട് കൊടുക്കുകയില്ല, ഞാൻ എൻ്റെ ഉള്ളിൽ അത് എടുത്ത് വെച്ചിടും, മരിച്ചാലും മറക്കൂല, ഇനി അവരായിട്ട് ഒരു ബന്ധമില്ല, അങ്ങനെയൊക്കെ നമ്മൾ പറയാ. അതൊരിക്കലും പവറല്ല. അത് സത്യം പറഞ്ഞാൽ ദാരിദ്ര്യം പിടിച്ച അവസ്ഥ എന്നാ ഞാൻ പറയുള്ളൂ. അതൊരിക്കലും പവറല്ല. പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നിങ്ങൾക്ക് പുറത്തു കൊടുക്കാനുള്ള മനസ്സുണ്ടെന്നുണ്ടെങ്കിൽ അത് ഗ്രേറ്റ് അസെറ്റ് ആണ്. ഒരു ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ച് ഒരു വലിയൊരു അസെറ്റാണ് നിങ്ങൾക്കുള്ള ഒരു, നമ്മൾ പറയാം, വലിയൊരു സമ്പാദ്യം തന്നെയാണ് അങ്ങനത്തെ ഒരു മനസ്സ് എന്നുള്ളത്. ഈ പുറത്തു കൊടുക്കാനുള്ള മനസ്സ് ഇല്ലാത്തത് കൊണ്ടാണ് ഇന്ന് പല ക്രൈംസും കാര്യങ്ങളും ഇന്നത്തെ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. റീസെന്റ് നമ്മുടെ ജോസഫ് അന്നൻകുട്ടി ജോസിന്റെ ഒരു വീഡിയോ അദ്ദേഹം യൂട്യൂബിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ അദ്ദേഹം പറയുന്ന ഒരു കാര്യം ഇങ്ങനെ കേട്ടിട്ടുണ്ടായിരുന്നു. അതായത് ഇപ്പോഴത്തെ മക്കള് നമ്മളിപ്പോ റാഗിങ് കാര്യങ്ങളൊക്കെ കാണുന്നുണ്ടല്ലോ, ഇങ്ങനെ കൊല്ലുന്ന, കൂടെ പഠിക്കുന്ന കുട്ടികളെ അങ്ങോട്ടും ഇങ്ങോട്ടും അടി കൂടുന്നു, കൊല്ലുന്നു, പിന്നെ അതേപോലെ തന്നെ ഉമ്മാനെ ഉപ്പാനെ കൂടെ പിറപ്പുകൾ അടിച്ചു കൊല്ലുന്നു, ഇങ്ങനെ കുറെ കാര്യങ്ങള്. ഇതിന്റെ ഒക്കെ പിന്നില് ഇവർക്ക് എന്തൊക്കെയോ ഉള്ള ദേഷ്യം, ഇവരെ ചീത്ത പറഞ്ഞതും ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടായ വാക്ക് തർക്കങ്ങളൊക്കെയാണ് ഇതിന് കാരണമാവുന്നത്. അപ്പോൾ ആ ഒരു വോയിസ് നമ്മൾ വാട്സാപ്പിൽ ആ ഒരു വോയിസ് ലീക്ക് ആയത് കേട്ടിട്ടുണ്ടായിരുന്നു. അതായത് ഇൻസ്റ്റാഗ്രാമത്തെ ഈ മക്കള്, ഇപ്പൊ ഷഹബാസ് എന്ന് പറഞ്ഞ കുട്ടിയുടെ, അപ്പൊ അതില് പറയുന്നുണ്ട് ആണാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തല്ലാൻ വരടാ എന്നുള്ളത്. അപ്പൊ ആ ആണാണെന്നുണ്ടെങ്കിൽ തന്നെ എന്താണ്, നിങ്ങൾ പവറുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾ വെന്ന് തല്ലൂ എന്നാണ് അതിൽ ഉദ്ദേശിച്ചത്. അതാണല്ലോ നമ്മൾ ആണാണെങ്കിൽ ഒന്ന് നിങ്ങളൊന്ന് ചെയ്ത് കാണിക്കുക, ആണാണെന്നെങ്കിൽ ഒന്ന് തല്ലി കാണിക്കുന്നു പറയണത്. അപ്പോൾ ആ നമ്മുടെ ജോസഫ് അന്നൻകുട്ടി ജോസഫ് പറയുന്നുണ്ട്, ജോപ്പൻ അതിൽ പറയുന്നുണ്ട്, അതായത് ആണത്തത്തിന്റെ ലക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തല്ലി കാണിക്കുക എന്നുള്ളതല്ല. അതാ ഞാൻ പറഞ്ഞത്, നമ്മൾ പവർ കാണിക്കുക എന്ന് പറഞ്ഞാല് അവരോട് പ്രതികാരം വെക്കുക, അവർക്ക് വേണ്ടിയിട്ട് ശത്രുത പുലർത്തുക, അവർക്ക് എതിരായിട്ടുള്ള കാര്യങ്ങൾ പ്രവർത്തിക്കുക, അവർ ചീത്ത പറയുക, കുറ്റം പറഞ്ഞ് നടക്കുക, ഇതൊന്നും പവറല്ല. അത് മനസ്സ് അത്രയും ദുർബലമായിട്ടുള്ള ആൾക്കാരുടെ ലക്ഷണമാണ്. നമ്മൾ അത് മനസ്സിലാക്കുക ആദ്യം. പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ നിങ്ങൾക്ക് സ്നേഹിക്കാനുള്ള മനസ്സുണ്ട്, തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ കൊടുക്കാനുള്ള മനസ്സുണ്ട്, ആൾക്കാരെ സെർവ് ചെയ്യാനുള്ള മനസ്സുണ്ട് എന്നുണ്ടെങ്കിൽ, അതുപോലെ എന്താണ്, പുറത്തു കൊടുക്കാനുള്ള മനസ്സിന്റെ, അതൊക്കെയാണ് ഏറ്റവും വലിയ പവർ. അങ്ങനത്തെ ആളുകളാണ് ഇന്ന് ഏറ്റവും ലോകത്ത് കുറവും, അങ്ങനത്തെ ആൾക്കാരെയാണ് ഇനി ലോകത്ത് ഏറ്റവും കൂടുതൽ ആവശ്യവും. അപ്പൊ നമ്മൾ അങ്ങനത്തെ ആൾക്കാരായിട്ട് മാറുക. നമ്മൾ പലപ്പോഴും ഇവര് മോശമാണ്, അവര് മോശമാണ്, അവര് ശരിയാവട്ടെ, ലോകത്തുള്ള ആൾക്കാരൊക്കെ ശരിയാവട്ടെ, അങ്ങനല്ല. നമുക്ക് അതിൽ കുറച്ച് ആൾക്കാരായിട്ട് നമുക്ക് മാറാൻ പറ്റുമല്ലോ. നമ്മൾ മാറുമ്പോൾ നമ്മളെ കൂട്ടത്തിലുള്ള നമ്മുടെ മക്കള്, നമ്മുടെ ഹസ്ബൻഡ്, നമ്മുടെ ഫാമിലി മാറും. അതിങ്ങനെ പടർന്ന് പടർന്ന് തന്നെയാണ് മൊത്തത്തിലൊരു മാറ്റത്തെ നമുക്ക് കൊണ്ടുവരാൻ വേണ്ടി പറ്റുക. അപ്പോ ഈ ഒരു ഇസ്തിഗ്ഫാറിന്റെ 10 അല്ലെങ്കിൽ റമദാൻ മാസത്തിൽ നമ്മൾ പറയും മന്ത് ഓഫ് ഫോർഗിവ്നെസ്, പുറത്തു കൊടുക്കുന്ന മാസാണ്, എത്ര വേണേലും ചോദിക്കാം, അത് നമ്മളൊരു അവസരമാണ് അല്ലെ, സത്യമായിട്ടും നമുക്ക് തരുന്നൊരു ഓഫറാ. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, മാക്സിമം കുറെ ആൾക്കാർ ഇസ്തിഗ്ഫാറിലൊക്കെ ആയിട്ട് അവരുടെ സമയങ്ങൾ നീക്കി വെക്കും, ഇങ്ങോട്ട് കുറെ പൊറുക്കലിനെ ചോദിക്കും ക്രിയേറ്ററിനോട്. പക്ഷെ നമ്മൾ അവിടെ ഒരു കാര്യം മനസ്സിലാക്കണം, നമ്മളെ കൂടെയുള്ള മനുഷ്യന്മാർക്ക്, നമ്മുടെ ജീവിതത്തിൽ ഇത്രയും കാലത്തുള്ള മനുഷ്യന്മാർക്ക് നമ്മൾ പുറത്തു കൊടുക്കാതെ നിങ്ങൾക്ക് നിങ്ങളുടെ ക്രിയേറ്ററിൽ നിന്നും അത് കിട്ടണം എന്നില്ല. അതാ പറഞ്ഞത്, ഭൂമിയിലുള്ളവരോട് നിങ്ങൾ കരുണ കാണിക്കുമ്പോൾ ആകാശത്തുള്ളവൻ നിങ്ങൾ കരുണ കാണിക്കും. പലപ്പോഴും നമ്മുടെ മൈൻഡ് കോച്ചിങ്ങിലൊക്കെ ഇവർക്ക് നമ്മൾ ആ ഫോർഗീവ്നെസ് അതിന്റെ ടൂൾസ് കാര്യങ്ങളൊക്കെ കൊടുക്കുന്ന സമയത്ത് ഇവർ
അതായത് ഇവരെ പാസ്റ്റിൽ സംഭവിച്ചിട്ടുള്ള നമ്മളെ വിഷമിപ്പിച്ചിട്ടുള്ള അനുഭവങ്ങള്, ചിന്തകള്, അങ്ങനത്തെ ആളുകൾ ഇവർക്ക് എല്ലാവർക്കും പുറത്തു കൊടുക്കും. ഇതിങ്ങനെ മൈൻഡ് കോച്ചിങ്ങിന്റെ ഇതിന്റെ ഒരു മെന്റൽ ഹെൽത്തിന്റെ ടൂളായിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പോലും അറിയാതെ മാജിക്കലി നമ്മുടെ ഫിനാൻഷ്യൽ ലെവലിൽ ഒരു ഭാഗത്ത് വർധനവ് വന്നിട്ടുണ്ടാവും. അതിനു വേണ്ടി നമ്മൾ പ്രത്യേകം ഒന്നും ചെയ്തിട്ടുണ്ടാവില്ല. സമ്പത്തിൽ അവിടെ വർധനവ് വന്നിട്ടുണ്ടാവും. ഇത്രയും കാലം മിണ്ടാതെ നിന്ന ആൾക്കാർ ഓട്ടോമാറ്റിക്കലി ഇങ്ങോട്ട് വിളിക്കും. അതായത് നമ്മൾ ഇവിടെ ഇരുന്ന് മനസ്സിന്നൊന്ന് പുറത്തു കൊടുത്താൽ തന്നെ അത് മനസ്സുകൾ തമ്മിൽ അത്രയും കണക്റ്റഡ് ആണ്. പലപ്പോഴും ഈ ഉമ്മമാര് മക്കള് ബന്ധത്തിൽ അങ്ങനെ ഉണ്ടാവാറുണ്ട്. അബ്രോഡുള്ള ഗൾഫിലൊക്കെ ഉള്ള മക്കൾക്ക് അവിടെ എന്തേ അസുഖം അപകടമോ പറ്റുന്നതിന്റെ മുന്നേ തന്നെ ഉമ്മമാർക്ക് ഇവിടെ നാട്ടിൽ ഇരുന്ന ഒരു സങ്കടം തുടങ്ങിയിട്ടുണ്ടാവും, എന്തോന്ന് സംഭവിക്കാൻ പോകുന്നുണ്ട് എന്നുള്ളത്. അത് അത്രയും കണക്റ്റഡ് ആ മനസ്സുകൾ തമ്മില്. അല്ലെ, നമുക്ക് പ്രിയപ്പെട്ട ആർക്കെങ്കിലും മരണപ്പെടുന്നതിന്റെ മുന്നേ സന്തോഷമുള്ള മൊമെന്റ്സിലും അങ്ങനെ ഉണ്ടാവാറുണ്ട്. എന്തോ ഒരു നല്ലത് നടക്കുന്നതിന്റെ മുന്നേ നമ്മളെ മനസ്സിൽ മുന്നേ തന്നെ സന്തോഷം വന്നിട്ടുണ്ടാവും, എന്തോന്ന് നടക്കാൻ പോകുന്നുണ്ട് എന്നുള്ള ഒരു ഫീല് വന്നിട്ടുണ്ടാവും. അപ്പൊ ഇതുപോലെ തന്നെ നമ്മളെ വേദനിപ്പിച്ച എത്ര ആൾക്കാരായിക്കോട്ടെ, നമ്മളായിട്ട് മിണ്ടാതെ നിൽക്കുന്ന ആൾക്കാരായിക്കോട്ടെ, ആ ആളുകൾക്ക് തന്നെ മനസ്സിൽ നമ്മൾ മാപ്പ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവരിങ്ങോട്ടേക്ക് മാജിക്കലി വിളിക്കുന്നതും വർഷങ്ങളോളം മിണ്ടാണ്ടിരിക്കുന്ന ബന്ധങ്ങളൊക്കെ നല്ലതാവണതൊക്കെ നമുക്ക് കോച്ചിങ്ങിൽ ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ പലപ്പോഴും ഒന്നുകിൽ ആത്മീയപരമായിട്ടുള്ള മേഖലയിൽ നമ്മൾ ഇങ്ങനെ നോക്കുമ്പോൾ ഇസ്തിഗ്ഫാർ കാര്യങ്ങളായിട്ട് പോകും, അല്ലെങ്കിൽ മെന്റൽ ഹെൽത്തിന്റെ സ്ട്രെസ്, ഡിപ്രഷൻ, അസുഖങ്ങൾ, വേറെ ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ അങ്ങനെ സയന്റിഫിക്കൽ ഏരിയയിലൂടെ അങ്ങനെ പോകും. ഈ ആത്മീയപരമായിട്ടുള്ള മേഖലയിലും അല്ലെങ്കിൽ മെന്റൽ ഹെൽത്തിന് വേണ്ടി സയന്റിഫിക്കൽ ഏരിയയിലും കൂടെ മാത്രം പോവേണ്ട ഒന്നല്ല പുറത്തു കൊടുക്കുക എന്നുള്ളത്. അത് ഇവിടെ ജനിച്ച് വീഴുന്ന ഓരോ ആൾക്കും ചെറുപ്പത്തിൽ മുതലേ, നിങ്ങൾക്ക് മക്കളുണ്ടെങ്കിൽ ചെറുപ്പം മുതലേ അവർക്കതൊരു ബാലപാഠമായിട്ട് പഠിപ്പിച്ചു കൊടുക്കുക മാത്രമല്ല അവരുടെ ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റുക. നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റേണ്ട ഒരു കാര്യം അത്. അല്ലാതെ പ്രതിഫലം കിട്ടാൻ വേണ്ടിയിട്ടും നമ്മളെ തെറ്റുകൾ ക്രിയേറ്റ് പുറത്തു തരാൻ വേണ്ടിയിട്ടും മാത്രമുള്ളതല്ല. ഇവിടെ ഉള്ള മനുഷ്യന്മാരുമായിട്ട് നമുക്ക് നല്ല രീതിയിൽ സന്തോഷത്തിൽ ഉള്ളിലൊന്നും വെക്കാതെ നമ്മളെ മനസ്സിനും മെന്റൽ ഹെൽത്തിനും ബുദ്ധിമുട്ടില്ലാതെ തന്നെ നല്ല രീതിയിൽ ജീവിച്ചു പോകണം എന്നുണ്ടെങ്കിൽ നമ്മളിത് ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റാം. പാരന്റിങ്ങിന്റെ ഒരു ഇമ്പോർട്ടൻസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് മക്കളെ അടുത്ത് പുറത്തു കൊടുക്കണം കേട്ടോ മോനെ എന്നുള്ള കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു കൊടുത്ത് വെക്കുക. മക്കള് CCTV പോലെ നമ്മൾ ഓരോ കാര്യങ്ങളും നിരീക്ഷിക്കുന്നുണ്ട്. എന്നിട്ട് നമ്മളെ വീട്ടിൽ എന്താ ഇഷ്യൂ ഉണ്ടാവുമ്പോൾ, വലിയ ആളുകൾ തമ്മിലുള്ള ഇഷ്യൂസ്, കുടുംബക്കാരോ ആരെങ്കിലും ആയിട്ടുള്ള ഇഷ്യൂസ് ഉണ്ടാവുമ്പോൾ നമ്മളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുക. അവരന്ന് ഇങ്ങനെ ചെയ്തു, അവരന്ന് ഇങ്ങനെ ചെയ്തു, അവർക്ക് പുറത്തു കൊടുക്കേണ്ട, അവരോട് ഞാൻ മിണ്ടൂല, ആ വീട്ടിലേക്ക് പോവണ്ട എന്നുള്ള രീതിയിൽ വലിയവര് തമ്മിൽ ഇങ്ങനെ ഇടപഴകുകയാണെങ്കിൽ ഈ മക്കള് ഇതൊരിക്കലും അവരുടെ ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റാൻ പോണില്ല. നമ്മൾ ആദ്യം നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായിട്ട് ഒരു റോൾ മോഡൽ ആക്കിയിട്ട് ഇതെടുക്കുക. വീട്ടിൽ നിന്ന് തുടങ്ങണം നല്ലൊരു പാരന്റിങ്ങും നല്ലൊരു റോൾ മോഡലിങ്ങും കാര്യങ്ങളും ഒക്കെ. വീട്ടിലുള്ള പാരന്റ്സ് ഈ രീതിയിലാവണ സമയത്ത് മക്കളും അത് ഓട്ടോമാറ്റിക്കലി അങ്ങനെ ആവും. ഈ സ്കൂളിൽ നിന്നൊക്കെ ഒന്നോ രണ്ടോ അടി പിടി കാര്യങ്ങൾ, വാക്കിന് പോയിട്ട് അടിക്കാൻ പോവുക, കൊല്ലാൻ പോവുക, ഇത്തരം കാര്യങ്ങളൊന്നും അവരിൽ ഉണ്ടാവില്ല. കാരണം അവർക്കും മനസ്സിലാക്കി കൊടുക്കണം, ഈ അടിക്കണതും ഇടിക്കണതും അല്ല മോനെ മോളെ നമ്മൾ പറയുന്ന ആണത്തം അല്ലെങ്കിൽ പവറ്. നമുക്കത് ഉള്ളിൽ നിന്ന് വിട്ടുകൊടുക്കാൻ വേണ്ടി പറ്റുകയാണെങ്കിൽ തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ, ഞാൻ പുറത്ത് തന്നത് കൊണ്ട് എന്റെ ക്രിയേറ്റർ എനിക്ക് എന്തൊക്കെയോ തരും, ആ ചിന്ത പോലും ഇല്ലാതെ ജസ്റ്റ് വിട്ടുകൊടുക്കുക, പുറത്തു കൊടുക്കുക. അതായത് നമ്മൾ ഫ്രീ ആക്കി വിടാന്ന് പറയല്ലോ, അങ്ങനെ ഒരു മനസ്സ് ഉണ്ട് നിങ്ങൾക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് ഒന്നൊന്നര മനസ്സാണ്. അത് ഉണ്ടായാലുള്ള ബെനിഫിറ്റ് മനസ്സിന് മാത്രമല്ല, കംപ്ലീറ്റ്ലി ജീവിതത്തിലാ. അപ്പൊ മനസ്സിനാണെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞു നല്ല രീതിയിൽ ഉറങ്ങാൻ വേണ്ടി പറ്റും, ടെൻഷന് കാര്യങ്ങളൊന്നും ഉണ്ടാവൂല. ടെൻഷൻ എന്തുകൊണ്ടാ വരുന്നത്? എന്തൊക്കെയോ കാര്യങ്ങൾ ഉള്ളിൽ വെച്ച് നടക്കണോണ്ടല്ലേ. പലപ്പോഴും ടെൻഷൻ നമ്മൾ ഉണ്ടാക്കി എടുക്കണതല്ലേ, നമ്മൾ വിട്ടുകൊടുക്കാതെ പിടിച്ചു വെക്കുന്നതിൽ നിന്നിട്ടാണ് വലിയ വലിയ ടെൻഷനും ഡിപ്രഷനും കാര്യങ്ങളും വരാറുള്ളത്. നമ്മളൊന്ന് വിട്ടുകൊടുക്കാൻ തീരുമാനിക്കുന്നതിലൂടെ തന്നെ സമാധാനം ഇങ്ങോട്ട് കടന്നു വരും. അപ്പോ അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിന്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിലും നമ്മൾ ഇത്തരം ഇമോഷൻസ് വിട്ടുകൊടുക്കാതെ പുറത്തു കൊടുക്കാതെ ഉള്ളിൽ കൊണ്ട് നടക്കുന്ന ഇമോഷൻസ് ബോഡിയിലെ അസുഖങ്ങളായിട്ട് മാറും. അതിനാണ് സൈക്കോസൊമാറ്റിക് ഡിസീസസ് എന്ന് പറയുക. അതായത് മനോജന്യ രോഗങ്ങൾ. മനസ്സിൽ കൊണ്ട് നടക്കുന്ന ഇത്തരം കാര്യങ്ങൾ ഒരു പരിധി കഴിഞ്ഞാൽ മനസ്സിന് താങ്ങാൻ പറ്റാതെ ശരീരത്തിലെ അസുഖങ്ങളായിട്ട് മാറും. ഇടയ്ക്കിടയ്ക്ക് ക്ഷീണം, തളർച്ച, കൈക്കാൽ വേദന, പിന്നെന്താ മൈഗ്രെയിന്, ബാക്ക് പെയിന്, അങ്ങനെ ഒരുപാട് വേദനകള്. അപ്പം ഡോക്ടേഴ്സിന്റെ അടുത്തൊക്കെ പോകുമ്പോൾ അവർ പറയും പ്രത്യേകിച്ച് അസുഖമൊന്നുമില്ല കേട്ടോ, ടെസ്റ്റിൽ കുഴപ്പമൊന്നുമില്ല, ബ്ലഡ് ടെസ്റ്റും വേറെയുള്ള ടെസ്റ്റും എല്ലാം ഓക്കെയാണ്, എത്ര മരുന്ന് കഴിച്ചാലും എത്ര ഡോക്ടറെ കാണിച്ചാലും നമുക്കേറ്റ അസുഖം മാറില്ല. അപ്പൊ യഥാർത്ഥ പ്രശ്നം അവിടെ ശരീരത്തിനല്ല, മനസ്സിലാ പ്രശ്നം. ആ മനസ്സിന്റെ പ്രശ്നം ശരീരത്തിൽ വേദനകളായിട്ട് രൂപപ്പെടുന്നു. മനസ്സിന്റെ വേദനകളാണ് ഈ താങ്ങാൻ പറ്റാതാവുമ്പോൾ ശരീരത്തിന്റെ ഓരോ ഭാഗങ്ങളിൽ വേദന ആവുക. ഷോൾഡർ പെയിന്, നെക്ക് പെയിന്, അതൊക്കെ നമുക്ക് താങ്ങാൻ പറ്റാത്ത ജീവിതഭാരങ്ങൾ കൊണ്ട് ഇങ്ങനെ ഉള്ളിൽ കൊണ്ട് നടക്കുമ്പോൾ അത് ഇത്തരം ബാക്ക് പെയിൻ ഈ രീതിയിലോട്ട് മാനിഫെസ്റ്റ് ആവും.
അപ്പം അത് ഒരാള് ഇത്തരം മനസ്സിനെ ഫ്രീ ആക്കുന്നതിലൂടെ, പുറത്തു കൊടുക്കുന്നതിലൂടെ ആ ശരീരത്തിനും നല്ല ആശ്വാസം കിട്ടാൻ വേണ്ടി തുടങ്ങും. ഇമ്മ്യൂണിറ്റി കൂടും, അതായത് പെട്ടെന്ന് പെട്ടെന്ന് അസുഖങ്ങൾ വരുന്ന രോഗപ്രതിരോധ ശേഷി കാര്യങ്ങളൊക്കെ അല്ലേ, അതൊക്കെ കൂടും എന്നുള്ളതാ. അതുപോലെ കുറച്ച് മുന്നത്തെ ഒരു സ്റ്റഡിയിൽ കണ്ട, ഒരു പഠനത്തിൽ റിസർച്ചിൽ കണ്ടിട്ടുണ്ടായിരുന്നു. അതായത് ഈ ഫോർഗിവ്നെസ്, മാപ്പ് കൊടുക്കൽ ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റുന്ന ആൾക്കാർക്ക് ക്യാൻസറിന്റെ സെൽസിനെ പോലും, ക്യാൻസറിന്റെ അണുക്കളെ പോലും പ്രതിരോധിക്കാനുള്ള ശക്തി ഉണ്ട് എന്നുള്ളത്. പലപ്പോഴും അത്തരം അസുഖങ്ങൾ പോലും വരുന്നത് ഇത്തരം മനസ്സിൽ കെട്ടി കിടക്കുന്ന കാര്യങ്ങൾ കൊണ്ടിട്ടാണ് എന്നുള്ളത്. അപ്പം ഇതൊരിക്കലും ഈ പുറത്തു കൊടുക്കുക എന്നുള്ളത് റമദാനിലെ 2ാമത്തെ പത്തിലോട്ടും അല്ലെങ്കിൽ കൂലി കിട്ടാനും തെറ്റ് പൊറുക്കാനും മാത്രമുള്ളതല്ല. നിങ്ങളെ കംപ്ലീറ്റ് ലൈഫ് ഈസി ആക്കണമെങ്കിൽ മെന്റലി, ഫിസിക്കലി, സ്പിരിച്വലി, പ്രാർത്ഥനയിലായിക്കോട്ടെ, നിങ്ങൾ ക്രിയേറ്റർ ആയിട്ടുള്ള കണക്ഷൻ. നമുക്ക് പലപ്പോഴും പല ആൾക്കാരും പറയും, ഞാൻ എന്റെ പ്രാർത്ഥന, നിസ്കാരം, എന്റെ പ്രയർ എന്തായിക്കോട്ടെ, ഇത് മുസ്ലിംസ് എന്നൊന്നുമില്ല കേട്ടോ, എല്ലാ മനുഷ്യർക്കുള്ള ഒരു റൂളാണിത്. അപ്പം നമ്മൾ അവരവരുടെ ദൈവവുമായിട്ട്, ക്രിയേറ്ററുമായിട്ട് കണക്ട് ചെയ്യുന്ന സമയത്ത്, പ്രാർത്ഥനയിൽ ഏർപ്പെടുന്ന സമയത്ത് എന്തോ ഒരു ബന്ധം കിട്ടുന്നില്ല. ക്രിയേറ്ററുമായിട്ട്, ദൈവമായിട്ട്, പടച്ചവനായിട്ട് ഒരു ഉള്ളിലൊരു കണക്ഷൻ കിട്ടുന്നില്ല. ഉള്ളിലൊരു കണക്ഷൻ കിട്ടുന്നില്ലെങ്കിൽ, കണക്ഷൻ കിട്ടാത്ത പാകത്തിൽ അത്രയും നമ്മൾ ഉള്ളിൽ എടുത്തു വെച്ചിട്ടുണ്ട്. എന്ത്? ഭൂമിയിലെ മനുഷ്യരായിട്ടുള്ള കുറെ കുറ്റങ്ങളും കുറവുകളൊക്കെ നമ്മൾ ഇവിടെ ഉള്ളിൽ എടുത്തു വെച്ചിട്ടുണ്ട്. അതൊക്കെ ഇങ്ങനെ ക്ലിയർ ആക്കി ഫ്രീ ആക്കി വിടുന്നതിലൂടെ, പുറത്തു കൊടുക്കുന്നതിലൂടെ പതുക്കെ പതുക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ സൃഷ്ടാവിലോട്ട് എടുക്കാൻ വേണ്ടി പറ്റും. ആസ് എബോ സോ ബിലോ എന്നാണ്. ഭൂമിയിലുള്ള മനുഷ്യന്മാരോട് അകന്ന് നിൽക്കുമ്പോൾ നമ്മൾ അതിലൂടെ തന്നെ, നമ്മൾ അറിയാതെ തന്നെ നമ്മൾ നമ്മുടെ ക്രിയേറ്ററുമായിട്ട് കൂടെ അകലുന്നുണ്ട്. ഭൂമിയിലുള്ള മനുഷ്യരോട് ഈ രീതിയിൽ നല്ലൊരു മനസ്സും കാര്യങ്ങളും കൊണ്ട് നടക്കുമ്പോൾ അതിലൂടെ തന്നെ ക്രിയേറ്ററിലോട്ട് അടുക്കുന്നുണ്ട്. അപ്പം ഇത് രണ്ടും കണക്റ്റഡാ. പലപ്പോഴും നമ്മൾ ഇവിടുത്തെ കാര്യമൊക്കെ അങ്ങോട്ട് വിട്ടിട്ട് ഞാൻ എന്റെ ക്രിയേറ്ററുമായിട്ട് എല്ലാം ഉണ്ടെന്ന് പറഞ്ഞിട്ട് പ്രയറും കാര്യങ്ങളും നല്ല രീതിയിൽ ചെയ്തു. ഈ കാര്യം ഇവിടുത്തെ ആൾക്കാരുള്ള ബന്ധമൊക്കെ അവിടെ വിട്ടിട്ടുണ്ടാവും. അത് ഞാൻ ഈ പുറത്തു കൊടുക്കൂല, ഞാൻ മിണ്ടൂല, ഇനി അങ്ങോട്ട് പോകൂല എന്നൊക്കെ പറഞ്ഞ് അവിടെയൊക്കെ സെറ്റ് ചെയ്തിട്ട് മെല്ലെ മുകളിലോട്ട് കണക്ട് ചെയ്യാൻ വേണ്ടി നോക്കും. മുകളിലോട്ട് മാത്രം കണക്ട് ചെയ്യാൻ നോക്കിയിട്ട് കാര്യമില്ല. മുകളിലോട്ട് കണക്ഷൻ കിട്ടണം എന്നുണ്ടെങ്കിൽ താഴെയുള്ളത് കൂടെ ക്ലിയർ ആക്കാൻ വേണ്ടി പറ്റണം എന്നുള്ളതാ. അപ്പൊ അങ്ങനെ നോക്കുന്ന സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മനസ്സിന് അത് ബെനിഫിറ്റ് ആണ്, പിന്നെ അതുപോലെ ശരീരത്തിന് അത് ബെനിഫിറ്റ് തന്നെയാണ്, ആത്മാവിന്റെ ലെവലും അത് ബെനിഫിറ്റ്. അങ്ങനെ 3 രീതിയിൽ ജീവിതം അടിപൊളി ആക്കാൻ വേണ്ടി പറ്റുന്ന ഒരു സംഭവമാണ് ഫോർഗിവ്നെസ്, മാപ്പ് കൊടുക്കുക എന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് ഈ ഒരു മാസം കഴിയുമ്പോഴേക്കെങ്കിലും നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള കുറെ ആൾക്കാരോടുള്ള ദേഷ്യവും വെറുപ്പും എല്ലാം നിരുപാധികം സ്നേഹത്തോടെ പുറത്തു കൊടുക്കുക. കാരണം ഓരോ ആളുകളും അത്രയും പ്യുവർ ആയിട്ട്, ശുദ്ധമായിട്ടാണ് ഇവിടെ ജനിച്ചു വീഴുന്നത്. ആരും തെറ്റ് ചെയ്യണം അല്ലെ വേദനിപ്പിക്കണം എന്ന് വിചാരിച്ചിട്ട് ആരും തെറ്റ് ചെയ്യുന്നില്ല എന്നുള്ളതാ. അവരുടെ സാഹചര്യങ്ങളോ സിറ്റുവേഷൻസോ വേറെ എന്തെങ്കിലും, അപ്പോഴത്തെ അവരുടെ മാനസികാവസ്ഥ അല്ലെ അപ്പോഴത്തെ അവരുടെ സാഹചര്യങ്ങൾ കൊണ്ടാണ് പല വാക്കുകളും പറഞ്ഞു പോണത്. നമ്മൾക്കും അറിയൂലേ, നമ്മൾ പലപ്പോഴും മക്കളോടായാലും വീട്ടിലായാലും നമ്മുടെ അപ്പോഴത്തെ ദേഷ്യത്തിലാണ് പല വാക്കുകളും പറഞ്ഞു പോവുക. പറഞ്ഞു പോയതിനു ശേഷം നമ്മൾ പറയും അറിയാതെ പറഞ്ഞതാട്ടോ എന്ന രീതിയിൽ നമ്മൾ അങ്ങോട്ടേക്ക് പൊറുക്കലിനെ ചോദിക്കും. അതുപോലെ നമ്മൾ ക്രിയേറ്ററിനോട്, ദൈവത്തിനോട് തെറ്റ് ചെയ്തിട്ടും നമ്മൾ ചോദിക്കാറില്ലേ, അറിയാതെ പറ്റിപ്പോയതാണ് കേട്ടോ. അപ്പൊ നമ്മൾ അവിടെ നിന്ന് എന്താ പ്രതീക്ഷിക്കണത്? എന്റെ ഈ നിഷ്കളങ്കത, നിരപരാധിത്വം മനസ്സിലാക്കിയിട്ട് എനിക്ക് അവിടുന്ന് പുറത്തു തരും, എന്നെ മനസ്സിലാക്കുന്ന നമ്മൾ പ്രതീക്ഷിക്കുന്നത്. നമ്മുടെ ക്രിയേറ്റർ ദൈവം മനസ്സിലാക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ തന്നെ ഈ കൂടെയുള്ള മനുഷ്യന്മാരെ മനസ്സ് നമ്മളൊന്ന് മനസ്സിലാക്കാം. മേ ബി അവരുടെ അപ്പോഴത്തെ സാഹചര്യം കൊണ്ട്, അവരുടെ അപ്പോഴത്തെ മാനസികാവസ്ഥ കൊണ്ട്, അവരുടെ അപ്പോഴത്തെ തെറ്റിദ്ധാരണ കൊണ്ട്, എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ടാ മനുഷ്യന്മാര് നമ്മളോട് മുറിവേൽപ്പിക്കുന്നതും ഇങ്ങനെയൊക്കെ ഉണ്ടാവുന്നതും. അല്ലാതെ വെറുതെ വേദനിപ്പിക്കണം എന്ന് വിചാരിച്ച് വേദനിപ്പിക്കുന്നവരും വളരെ കുറവാ. അപ്പം അത് മനസ്സിലാക്കിയിട്ട് സ്നേഹത്തോടെ പുറത്തു കൊടുക്കുക. പുറത്തു കൊടുക്കുന്നതിനെ കൊണ്ട് നിങ്ങൾക്ക് നഷ്ടമൊന്നും ഉണ്ടാവാൻ വേണ്ടി പോകുന്നില്ല, നേട്ടങ്ങൾ മാത്രമേ ഉണ്ടാവാൻ പോകുന്നുള്ളൂ. ഇനി പുറത്ത് കൊടുക്കാതെ എടുത്തു വെക്കുകയാണെങ്കിലോ നഷ്ടങ്ങൾ മാത്രമേ അതിനെ കൊണ്ട് ഉണ്ടാവാൻ വേണ്ടി പോകുന്നുള്ളൂ എന്നുള്ളതാ. ഇവിടെ പുറത്തു കൊടുക്കുക എന്ന ഉദ്ദേശം കൊണ്ടേ വേറൊരു അർത്ഥമുണ്ട്. അതായത് ഒരാള് നമ്മളെ മനഃപൂർവ്വം അറിഞ്ഞ് വേദനിപ്പിച്ച്, അല്ലെങ്കിൽ നമ്മളെ വലിയൊരു ബുദ്ധിമുട്ട് നമുക്ക് ഉണ്ടാക്കി, അപ്പൊ നമ്മൾ പുറത്തു കൊടുത്തിട്ട് വീണ്ടും അവർക്കൊരു അവസരം കൊടുക്കരുത്. എന്ത്? പുറത്തൊക്കെ കൊടുത്ത് എന്നിട്ട് വീണ്ടും എന്നെ തല്ലിക്കോ, എന്നെ ഇനിയും ചതിച്ചോ, എന്നെ ഇനിയും എന്തും പറഞ്ഞോ എന്ന് പറഞ്ഞ അവസരം കൊടുക്കരുത്. പുറത്തു കൊടുക്കുക, അതിന്റെ കൂട്ടത്തിൽ തന്നെ അതിൽ നിന്ന് ആ ഒരു അനുഭവത്തിൽ നിന്നും ആ ഒരു എന്താണോ ഉണ്ടായ കാര്യം അതിൽ നിന്നൊരു വിസ്റ്റം നമ്മൾ എടുക്കണം. അതിൽ നിന്ന് എന്താണോ പഠിക്കാനുള്ളത് അതും കൂടെ എടുക്കണം. ചിലപ്പോ നമ്മൾ ഓവറായിട്ട് ചില കാര്യങ്ങൾ അവരുടെ അടുത്ത് ഷെയർ ചെയ്ത് പോയതുകൊണ്ടായിരിക്കും അങ്ങനെ ഉണ്ടായിട്ടുണ്ടാവാം. നമ്മൾ നമുക്ക് തന്നെ ഒരു വാല്യൂ കൽപ്പിക്കാതെ അങ്ങോട്ട് ഇട്ടുകൊടുത്തത് കൊണ്ടായിരിക്കും അങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പം എന്താണോ ആ അനുഭവത്തിൽ നിന്ന് നിങ്ങൾക്ക് പഠിക്കാനുള്ള പാഠം അതും എടുക്കുക. അത് മാത്രമല്ല, എന്ത് ചെയ്യുക, അതിന്റെ കൂട്ടത്തിൽ പുറത്തു കൊടുക്കുകയും ചെയ്യുക. എന്നാൽ എന്ത് ചെയ്യൂല, വീണ്ടും ഇതുപോലത്തെ പ്രശ്നങ്ങളിൽ പോയി ചാടൂല.
നമ്മളൊരു പരീക്ഷണത്തിൽ നിന്ന് ഒരു പാഠം പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ വിജയിച്ചു എന്നല്ലേ? അപ്പൊ വീണ്ടും അതുപോലത്തെ പ്രശ്നങ്ങളിൽ പോയി ചാടൂലല്ലോ, അല്ലെ? നിങ്ങൾക്ക് നിങ്ങളുടെ സ്വയത്തിനെ ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? പുറത്തു കൊടുത്ത് എല്ലാരെയും ഫ്രീ ആക്കും. കാരണം നമുക്ക് അവിടെ ഏറ്റവും വലുത് നമ്മുടെ സമാധാനം. അല്ലാതെ വേറെ ആരോടെ പോലെ ദേഷ്യം കൊണ്ടാടുന്നതുകൊണ്ട് നമുക്കൊന്നും കിട്ടാൻ വേണ്ടി പോകുന്നില്ല. നിങ്ങൾ നിങ്ങളെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഇത്തരം ബാഗേജസ് ഒക്കെ എടുത്തു കളയുക, പുറത്തു കൊടുത്ത് ഫ്രീ ആക്കുക. ഇവിടെ പുറത്തു കൊടുക്കുക എന്ന് പറയുമ്പേ ക്രിയേറ്ററിനോട് പൊറുക്കലിനെ ചോദിക്കൽ എല്ലാവർക്കും അറിയാം, ദൈവത്തിനോട്. അതെ, അത് എല്ലാവർക്കും അറിയണ കാര്യമാണ്. അതുപോലെ കൂടെയുള്ള മനുഷ്യന്മാരോടും പുറത്തു കൊടുക്കലിനെ അറിയാം, പൊറുക്കലിനെ ചോദിക്കലിനെ അറിയാം, അല്ലെ? രണ്ടും നമുക്കറിയാം. ഇവിടെ വേറൊരു കാര്യം ഉണ്ട് കേട്ടോ. നമ്മളോട് ഇങ്ങോട്ട് ചെയ്തതിന് മാത്രം പുറത്തു കൊടുത്തിട്ട് കാര്യമില്ല. നമ്മളെ ഭാഗത്തുനിന്ന് കുറെ പറ്റിപ്പോയിട്ടുണ്ടാവും, അതിനും പൊറുക്കലിനെ ചോദിക്കുക. ഇത് നമുക്ക് ഡയറക്റ്റ് പോയിട്ട് എല്ലാ കാര്യങ്ങളും ചോദിക്കാൻ വേണ്ടി പറ്റണമെന്നില്ല, അല്ലെ? മനുഷ്യന്മാരാണ്, നമുക്ക് എല്ലാം അവരോട് നേരിട്ടിട്ട് പുറത്തു കൊടുക്കാനും നേരിട്ട് പോയിട്ട് പൊറുക്കലിനെ ചോദിക്കാനും പറ്റണമെന്നില്ല. വേണ്ട, നിങ്ങൾ നിങ്ങളെ മനസ്സിൽ ചെയ്താൽ മതി. മനസ്സിൽ ചെയ്താൽ തന്നെ അത് അവിടെ നടന്നു എന്നാണ്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, അങ്ങനെ നമ്മൾ ടൂൾസും കാര്യങ്ങളും പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് കാലം മിണ്ടാതെ നടന്ന ആൾക്കാരൊക്കെ പെട്ടെന്ന് ഒരു ദിവസം വിളിച്ചിട്ട് എന്താ വർത്താനം, സുഖല്ലേ എന്നൊക്കെ ചോദിക്കലുണ്ട്. കാരണം അവരോട് നമ്മൾ നേരിട്ട് പോയി ചോദിച്ചിട്ടില്ലെങ്കിലും മനസ്സിൽ അത് നടന്നത് കൊണ്ട് ആ കാര്യം അവിടെ നടന്നു എന്നുള്ളതാണ്. അപ്പോ ഈ ക്രിയേറ്ററിനോടും മറ്റുള്ള ആൾക്കാരോടും അത് മാത്രല്ല നമ്മളോടും വർഷങ്ങളായിട്ട് നമ്മളെങ്ങനെ കുറ്റപ്പെടുത്തുകയാണ്. നമ്മൾ മുന്നേ ചെയ്തിട്ടുള്ള എന്തോ ഒരു ബുദ്ധിമുട്ടിൽ നമുക്ക് തെറ്റുപറ്റിപ്പോയി. അപ്പൊ നമ്മൾ പറയും, അന്ന് എന്തിനാ ഞാൻ അങ്ങനെ ചെയ്തത്, അന്ന് അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു, ഞാൻ എന്ത് പൊട്ടത്തരാ ചെയ്തത് എന്നുള്ള രീതിയിലൊക്കെ സെൽഫിനെ അങ്ങനെ കുറ്റപ്പെടുത്തൂലേ? അതിനും സ്വയത്തിനോട് ഒരു കുഞ്ഞിനോട് എന്ന പോലെ നമുക്ക് പലപ്പോഴും നമ്മുടെ ചൈൽഡ്ഹുഡിലെ ചെറുപ്പത്തിലെ ഫോട്ടോസ് കാണുമ്പോൾ ഭയങ്കര സ്നേഹം തോന്നും, അല്ലെ? നല്ല ഇഷ്ടം തോന്നും. അതേ കുട്ടി തന്നെയാണ് നിങ്ങളെ ഉള്ളിൽ ഇപ്പോഴും ഉള്ളത്. അതിന്റെ കൈകാലുകൾ വളർന്നതാണ്, അല്ലാതെ അത് വേറെ എവിടെയോ പോയിട്ടില്ല. ആ കുഞ്ഞിനോട് നമുക്ക് സ്നേഹം തോന്നുന്നുണ്ടെങ്കിൽ അതേ കുഞ്ഞിനെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. അതിനെ നിങ്ങൾ എപ്പോഴും ഇങ്ങനെ കുറ്റപ്പെടുത്തിയിട്ട് അന്ന് നീ അങ്ങനെ തെറ്റിയിട്ടില്ലേ, അന്ന് എന്തിനാ അങ്ങനെ ചെയ്തത്, അന്ന് എന്തിനാ യെസ് പറഞ്ഞത് എന്നുള്ള രീതിയിൽ മുന്നേ കഴിഞ്ഞു പോയ കാര്യങ്ങൾക്ക് സ്വയത്തിനെ കുറ്റപ്പെടുത്തുന്നുണ്ടെങ്കിൽ സ്വയത്തിനോടും പുറത്തു കൊടുക്കുക. സാരല്ല കേട്ടോ, ഇറ്റ്സ് ഓക്കെ, അതറിയാതെ പറ്റിയല്ലേ എന്നുള്ള രീതിയിൽ, ആ രീതിയിൽ നിങ്ങൾക്ക് നിങ്ങളോട് കംഫർട്ട് കൊടുക്കാൻ വേണ്ടി പറ്റുകയാണെങ്കിൽ അതും നിങ്ങളുടെ ഡിപ്രഷനും സ്ട്രെസ്സും ഒക്കെ നല്ല രീതിയിൽ കുറക്കും. നമ്മൾ എന്തോ ചെയ്തു പോയ തെറ്റുകളും കുറ്റങ്ങൾക്കും നമ്മുടെ ക്രിയേറ്റർ പുറത്തു തരാൻ തയ്യാറാ. നമ്മൾ ചെയ്ത തെറ്റുകൾക്ക് നമ്മുടെ ദൈവം പുറത്തു തരാൻ, പടച്ചവൻ പുറത്തു തരാൻ തയ്യാറാ. പക്ഷെ നമ്മൾക്ക് കൊടുക്കൂല. എന്നിട്ട് ഇങ്ങനെ കുറ്റപ്പെടുത്തി ഓവർ തിങ്കിങ്, ഉറക്കം കിട്ടണില്ല, സ്ട്രെസ്, ഡിപ്രഷന്. കാരണം ചോദിക്കുമ്പോഴോ ഞാൻ അന്ന് അങ്ങനെയൊക്കെ ചെയ്തു പോയി, എനിക്കിപ്പോ വേണ്ടാ തോന്നി. ഇറ്റ്സ് ഓക്കെ. നിങ്ങൾക്ക് അതിൽ നിന്ന് റിയലൈസേഷൻ കിട്ടിയില്ലേ, ചെയ്യണ്ട എന്നുള്ള ബോധം കിട്ടിയില്ലേ, അതന്നെ നല്ലത്. എന്നിട്ട് കുറ്റബോധം കൂടെ ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ ക്രിയേറ്റർ ഞങ്ങൾക്ക് പുറത്തു തരും. നമ്മളൂടെ നമ്മൾക്ക് അത് കൊടുക്കുക. അത് സാരമില്ല, അറിയാതെ പറ്റിയല്ലേ, കുഴപ്പമില്ല, എനിക്കത് മനസ്സിലാവും എന്നുള്ള രീതിയിൽ സ്വയത്തിനോടുകൂടി പുറത്തു കൊടുക്കുക. ഈ രീതിയിൽ നിങ്ങൾ ഈ ഒരു മാസത്തിനെ ഉപയോഗിക്കുകയാണെങ്കിൽ ഇവിടുന്ന് അങ്ങോട്ട് ഇതൊരു ജീവിതത്തിന്റെ ഭാഗമാക്കിയിട്ട് മാറ്റുക. അത് മാത്രമല്ല, ഇത്തരം അറിവുകള് എന്ത് ചെയ്യുക, നമ്മുടെ മക്കൾക്കും അവർക്ക് കൂടെ അത് പറഞ്ഞു കൊടുക്കുക. അവരുടെ ജീവിതത്തിന്റെ ഭാഗമാക്കി അവർ മാറ്റട്ടെ. ഇത് അവരുടെ മെന്റൽ ഹെൽത്തിന് നല്ല രീതിയിൽ മാറ്റം ഉണ്ടാവും. മനസ്സിന് സമാധാനം കിട്ടാത്തപ്പോഴും എന്തൊക്കെയോ തെറ്റുകൾ ചെയ്തു പോയ കുറ്റബോധങ്ങളിലൊക്കെയാണ് പലപ്പോഴും അവരെന്ത് ചെയ്യുക, നമ്മളിൽ നിന്ന് മാറി നിന്നിട്ട് ഡ്രഗ്സ് കാര്യങ്ങളൊക്കെ യൂസ് ചെയ്ത് അതിൽ സമാധാനം കണ്ടെത്തുക. അപ്പം ഡ്രഗ്സിന്റെ ഒന്നും ആവശ്യമില്ലാതെ തന്നെ മനസ്സിന് സമാധാനം കണ്ടെത്തുന്ന ഇത്തരം കാര്യങ്ങൾ അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുക. അസ്തഗ്ഫിറുള്ള എന്നൊക്കെ നമുക്ക് പഠിപ്പിച്ചു തന്നത് എന്താണ്, പ്രതിഫലം കിട്ടാൻ മാത്രമല്ല എൻ്റെ ലൈഫിന് കൂടെ ഉപകാരപ്പെടുന്നതാന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുമ്പോൾ അവർക്ക് കുറച്ചുകൂടെ പഠിച്ചവനോടൊക്കെ ഒരു ഇഷ്ടം തോന്നും. കാരണം അത് ജീവിതം എളുപ്പമാക്കാനും മനോഹരാക്കാനും ആണല്ലോ ഇതൊക്കെ തന്നത് എന്നുള്ള റിയലൈസേഷൻ കിട്ടുള്ളതും. അപ്പോ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഇസ്തിഗ്ഫാർ ക്യാൻ എന്താ പറയാ, ഓപ്പൺ ഓൾ ദി ക്ലോസ്ഡ് ഡോർസ് എന്ന് പറയില്ലേ, ഈ പുറത്തു കൊടുക്കൽ നമ്മുടെ ജീവിതത്തിൽ അത്രയും വർധനവുണ്ടാക്കും. അതായത് നമ്മളത് പ്രതീക്ഷിച്ചിട്ട് ചെയ്താലും ഇല്ലെങ്കിലും കൂടെയുള്ള മനുഷ്യന്മാർക്കും നമ്മുടെ തെറ്റുകൾക്കും നമ്മുടെ സെൽഫിനോട് നമ്മൾ പുറത്തു കൊടുക്കുകയാണ്, അത് ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആഗ്രഹിച്ചാലും ഇല്ലെങ്കിലും ലൈഫിൽ നല്ല രീതിയിൽ എല്ലാ ഏരിയയിലും, റിലേഷൻഷിപ്പിലായിക്കോട്ടെ, വെൽത്തിലായിക്കോട്ടെ, ഹെൽത്തിലായിക്കോട്ടെ, മെന്റൽ ഹെൽത്തിലായിക്കോട്ടെ, എല്ലാത്തിലും നമുക്ക് നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ കാണാൻ വേണ്ടി പറ്റും. അതിങ്ങനെ ഓട്ടോമാറ്റിക്കലി നമ്മൾ ബറക്കത്ത് കിട്ടുക അങ്ങനെയൊക്കെ പറയല്ലോ, അതുപോലെ അതിങ്ങനെ തിന്നുകൊണ്ടേ ഇരിക്കും. ഇനി ഒരാൾ ഇതൊന്നും ചെയ്യാണ്ട് അവരെല്ലാരോടുള്ള ദേഷ്യം കാര്യങ്ങളൊക്കെ ഉള്ളിൽ ഇങ്ങനെ കൊണ്ടുവെക്കുകയാണെന്നുണ്ടെങ്കിൽ ഡേ ബൈ ഡേ, ദിനം ദിനമായിട്ട് അവരുടെ ഹെൽത്ത്, മെന്റൽ, മാനസികാരോഗ്യം നശിച്ചുകൊണ്ടിരിക്കും, ബോഡിയിൽ അസുഖങ്ങൾ വന്നുകൊണ്ടിരിക്കും. പിന്നെ ആൾക്കാരോടുള്ള ഈ ഒരു കാര്യങ്ങളൊക്കെ ഉള്ളിൽ വെച്ചതുകൊണ്ട് ബന്ധങ്ങൾ കാര്യങ്ങൾ നശിക്കും. അങ്ങനെ എല്ലാ ഏരിയയിലും അതിന്റെ തകർച്ചയും കാണാനുണ്ടാവും എന്നുള്ളതാണ്. അപ്പം ഈ ഒരു കാര്യത്തിനെ ജീവിതത്തിന്റെ ഭാഗമാക്കിയിട്ട് മാറ്റുക. അപ്പൊ അതൊക്കെയാണ് ഇന്നത്തെ സെഷനിൽ പറയാനുള്ളത്.
അപ്പൊ ഏകദേശം നമ്മളെ ടൈം ആയിട്ടുണ്ട്. നമ്മൾ 2:15 അവസാനിക്കാന്ന് വിചാരിച്ചിട്ടുള്ളത്. അപ്പം ഇതിന് ഇത്രത്തോളം ബെനിഫിറ്റ് ഉണ്ട്. ഇത് മാത്രല്ല കേട്ടോ, നമുക്ക് അറിയുന്ന കാര്യങ്ങൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്തെന്നേ ഉള്ളൂ. നിങ്ങൾ തന്നെ ഇതിനെ ഒന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഇനിയും ഇനിയും ഒരുപാട് ഒരുപാട് എണ്ണിയാൽ ഒടുങ്ങാത്ത ബെനിഫിറ്റുകൾ ഇതിനുണ്ട്. അപ്പൊ ഇനിയും ഈ ഒരു മാസത്തിൽ മാത്രല്ല, ഇത് കഴിഞ്ഞാലും നിങ്ങളെ കൂടെയുള്ള മനുഷ്യന്മാർക്ക് എന്ത് തന്നെ വലുതായിക്കോട്ടെ പുറത്തു കൊടുക്കുക. സ്നേഹത്തിന്റെ ഭാഷയിൽ പുറത്തു കൊടുക്കുക. അപ്പൊ എന്ത് ചെയ്യും? നിങ്ങളുടെ ക്രിയേറ്ററും നിങ്ങളോടുള്ള ആ കരുണയും ആ പുറത്തു കൊടുക്കൽ അവിടെ സംഭവിക്കും ചെയ്യും. രണ്ട് ലൈഫും ഒക്കെ ഏറ്റവും ഹാപ്പി ആക്കാനും ഈസി ആക്കാനും വേണ്ടിയിട്ട് പറ്റും എന്നുള്ളതാണ്. ഓക്കെ, താങ്ക് യു സോ മച്ച്. അപ്പം ഇന്ന് ഇത്രയൊക്കെ ഉള്ളൂ. അപ്പം ഇനി നിങ്ങളുടെ ടൈമാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനോ പറയാനൊക്കെ ഉണ്ടെങ്കിൽ പറയാം. അടുത്ത സെഷന് ഇൻഷാല്ല ഞാൻ എന്തായാലും ഗ്രൂപ്പിൽ അറിയിക്കാം കേട്ടോ. മാഷാ അല്ലാഹ്, നല്ല ക്ലാസ്സാണ് ട്ടോ. അത് എല്ലാം പോസിറ്റീവ് കാര്യങ്ങൾ പറയണതൊക്കെ നമ്മൾ വിചാരിച്ചതിനെക്കാട്ടി ഉഷാറായിട്ടാണ് ക്ലാസ് എടുക്കുന്നത് മാം. പിന്നെ അതേമാതിരി നമ്മൾ ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ദ്രോഹിക്കണോലോട് കുട്ടികളോടൊക്കെ നമ്മൾ അങ്ങനെ പറഞ്ഞു കൊടുക്കണം. അപ്പൊ നമ്മളെ കുട്ടികൾക്കൊക്കെ നമ്മൾ ഇങ്ങോട്ട് ഓല് ദ്രോഹിച്ചാൽ അങ്ങോട്ട് ദ്രോഹിക്കണം എന്നുള്ള ഒരു മനസ്സാണല്ലോ. എന്തെങ്കിലും ചെറുതായിട്ട് ഒന്ന് തോണ്ടിയാലും ഒന്നും ഇങ്ങോട്ട് തോണ്ടിയാലും ഒന്ന് ആണ്ടനെ തോണ്ടണം എന്നുള്ളൊരു അതപ്പൊ ഞാൻ എന്റെ കുട്ടിനോട് ഞാൻ പറഞ്ഞു കൊടുക്കും, നമ്മളെ തോണ്ടി അങ്ങനെ എന്തെങ്കിലും ഇത് കാട്ടിയാലും നമ്മള് ക്ഷമിക്കണം. റസൂലിന്റെ മേത്തേക്ക് ഇങ്ങനെ ഈ ചപ്പ് ചവറിട്ട കഥകളൊക്കെ ഉണ്ടല്ലോ, അത് ഞാൻ പറഞ്ഞു കൊടുക്കും. പിന്നെ ഈ ഒട്ടകത്തിന്റെ കുടൽമാലട്ട് അങ്ങനത്തതൊക്കെ ഉണ്ടല്ലോ, എന്നിട്ട് നബി അങ്ങനെയൊന്നും ഉണ്ടാതെ അതൊക്കെ ക്ഷമിച്ചിട്ടില്ല. അപ്പൊ അതൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കുമ്പോൾ ഇങ്ങനെ ചിന്തിക്കും, ആ അങ്ങനെയൊക്കെയാണല്ലേ എന്നൊക്കെ. അങ്ങനെയൊക്കെ ഞാൻ ഇപ്പൊ ചിന്തിച്ചു നിങ്ങളാ ക്ലാസ് കേട്ടപ്പോ. അപ്പോൾ ഇൻഷാല്ല ഇനി ഇത്തരം നമ്മുടെ മനസ്സിന് ഉണ്ടാവുന്ന അത്തരം ബെനിഫിറ്റുകൾ കൂടെ പറഞ്ഞു കൊടുക്കുക. അപ്പൊ അവർക്ക് മനസ്സിലാവും അവർക്ക് വേണ്ടിയിട്ടാണ് അത്തരം കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളത്. പിന്നെ വേറൊരു ഉം. കാര്യം കൂടെ നമ്മളെപ്പോഴും ചെറിയ കുഞ്ഞു മക്കളാവുമ്പോൾ പറഞ്ഞു കൊടുക്കണം. അപ്പം അതായത് അവർക്ക് എന്തു തരത്തിലുള്ള ഉപദ്രവം കൂടെയുള്ള കുട്ടികളിൽ നിന്നോ, കാരണം പല തരത്തിലുള്ള കുട്ടികൾ ഒരു സ്കൂളിലും ക്ലാസ്സിലും ഒക്കെ ഉണ്ടാവാം. അപ്പൊ എന്ത് തരത്തിലുള്ള ഉപദ്രവം നേരിട്ടാലും ഒക്കെ മിണ്ടാതെ ഒന്ന് ക്ഷമിക്കുക എന്നുള്ളതിനേക്കാളും ടീച്ചേഴ്സിനോട് പറയുക, പാരന്റ്സിനോട് പറയുക, അത്തരം കാര്യങ്ങളെങ്കിലും അവരോട് ചെയ്യാൻ വേണ്ടിയിട്ട് പറയണം. അല്ലാത്ത കുട്ടികൾ എന്ത് ചെയ്യും? അവരെന്നും കൊണ്ട് നിൽക്കേണ്ട അവസ്ഥയും വരും എന്നുള്ളതാണ്. അപ്പം അവരെ മെന്റലി സ്ട്രോങ് ആക്കും വേണം, എന്നാലോ ഇത്തരം നല്ല പാഠങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുകയും വേണം. അത് രണ്ടും കൂടെ ബാലൻസ്ഡ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് നല്ലൊരു ലൈഫ് ലീഡ് ചെയ്യാൻ വേണ്ടി പറ്റും. താങ്ക് യു സോ മച്ച് മാം. അപ്പോൾ ഇനി ആർക്കും ഒന്ന് സുഹാന മാം മൈക്ക് അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ടല്ലേ? ശകല മാം, വളരെ നല്ലൊരു ക്ലാസ് ആയിരുന്നു കേട്ടോ. കേട്ട് ആ ഒരു താളാത്മകതയിൽ അങ്ങനെ ഇരുന്ന് പോയിട്ടുണ്ടായിരുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പുറത്ത് കൊടുക്കാതെ ഇരിക്കുമ്പോൾ മറ്റുള്ളവർ മരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തന്നെ വിഷം കഴിക്കുന്ന പോലെ എന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. ശരിയാണ്, അത് നല്ലൊരു കാര്യമാണ്. നമ്മളുടെ മാനസികമായിട്ടും ശാരീരികമായിട്ടും ആത്മീയമായിട്ടും ഒക്കെ ഉയരാൻ. ഇപ്പൊ ഞാൻ എന്റെ അനുഭവത്തിൽ നിന്ന് പറയുന്നു കേട്ടോ. കുറെ ബ്ലോക്സുകളുണ്ട്. ഇപ്പൊ കഴിഞ്ഞ റമദാനിലാണെങ്കിലും റമദാനിൽ അധികരിപ്പിക്കേണ്ട കുറെ ദിക്റുകൾ ചിന്തിക്കുവാണെങ്കിലും എവിടേക്കോ എന്തൊക്കെയോ ഒരു ഇതാണ് ഭയങ്കര ഒരു അലസത, ക്ഷീണം, മടി സംഭവങ്ങൾ കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഒന്നിനും ഒരു ഇൻട്രസ്റ്റ് ഇല്ലായിരുന്നില്ല. പക്ഷെ ഇപ്പം ഈ ഒരു ഫോർഗിവ്നെസ്, ഗ്രാറ്റിറ്റ്യൂഡ് ഒക്കെ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം അൽഹംദുലില്ലാഹ്, എസ്പെഷ്യലി ഒരു ഫോർഗിവ്നെസ് ഇപ്പൊ നമുക്ക് എനിക്ക് എന്നെ സംബന്ധിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോ ഒരാളിൽ നിന്നുണ്ടായ അല്ലെങ്കിൽ എന്നിൽ നിന്നുണ്ടായ ഒരു സംഭവം അവരുടെ മുമ്പിൽ പോയിട്ട് ഒന്ന് എനിക്ക് പുറത്തു തരണിട്ടോ എന്ന് പറയാൻ കുറച്ചൊരു വിഷമമുള്ള ഒരു സംതിങ് ഒക്കെ ആയിരുന്നു. അപ്പോ ഇരുന്നോട് ഇരുന്നിട്ട് തന്നെ നമ്മൾ നമ്മുടെ മൈൻഡിൽ നിന്ന് അത് റിലീസ് ചെയ്യുമ്പോൾ ഒരു മൂന്നാല് പ്രാവശ്യം തന്നെ അത് തന്നെ അങ്ങനെ ചെയ്യുമ്പോൾ ഫ്രീ ടൈമിലും ഒക്കെ ആണെങ്കിൽ അത് ചെയ്യുമ്പോൾ എന്തൊരു ആശ്വാസം എന്ന് പറയുന്നത് ഭയങ്കര ഒരു ആശ്വാസമാണ്. അത് കഴിഞ്ഞിട്ട് അവർ നമ്മളെ ഫോൺ വിളിക്കുമ്പോൾ ഇപ്പൊ ഞാൻ പറഞ്ഞായിരുന്നു, ആ ഒരു അപ്രതീക്ഷിതമായ ഒരു കോള് വരുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഒരു ആനന്ദം എന്നുള്ളതൊക്കെ ഇതൊക്കെ ഞാൻ അനുഭവിച്ചിട്ടുണ്ടായിരുന്നു. ഇതിലില്ല, വളരെ നല്ല നല്ല പോയിന്റ്സും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു ഫോർഗീവ്നെസിന്റെ എല്ലാ കാര്യങ്ങളും. താങ്ക് യു സോ മച്ച്. താങ്ക് യു. സോ മച്ച് മാം. മാം പറഞ്ഞ പോലെ ഇത് നമ്മൾ അനുഭവിച്ചറിയേണ്ട ഒരു മാജിക് ആണ്. നമ്മൾ ചെയ്ത് നോക്കിയാലേ നമുക്ക് മനസ്സിലാൻ പറ്റുള്ളൂ. പലപ്പോഴും നമുക്ക് നേരിട്ട് പോയി മാപ്പ് ചോദിക്കാനും മാപ്പ് പറയാനും എൻ്റെ അടുത്ത് ഇത് പറ്റിപ്പോയിട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഞാൻ പുറത്ത് നിന്നിട്ടോ ഒന്ന് പറയാൻ നല്ല ബുദ്ധിമുട്ടുണ്ടാവും. കുഴപ്പമില്ല, നിങ്ങൾ മനസ്സിൽ ചെയ്തോളൂ, അത്രേ ഉള്ളൂ.
മനസ്സിലായതോളൂ. പിന്നെ വേറൊരു കാര്യം, ഈ പുറത്ത് കൊടുക്കുന്ന, നമ്മളിപ്പം ഒരാൾ നമ്മളെ നല്ലോണം വേദനിപ്പിച്ചിട്ടുണ്ട്, എന്നിട്ട് ആ വേദന ഫുള്ള് ഉള്ളിൽ കടിച്ചമർത്തിയിട്ട് പുറത്ത് കൊടുത്തുകൊണ്ടും കാര്യമില്ല. കാരണം അങ്ങനെ ഒരു തവണ പുറത്ത് കൊടുത്തിട്ട് രണ്ടാമത്തെ മൂന്നാമത്തെ തവണ നമ്മൾ ഉള്ളിൽ നിന്ന് വീണ്ടും വരും. എന്നാലും അന്നാ വരും. കാരണം എന്താ, വേദന നമ്മൾ ഉള്ളിൽ കടിച്ചമർത്തി വെച്ചിരിക്കുകയാണ്. അപ്പൊ നമ്മളെ സംസാരത്തിലൊക്കെ ആ വേദന ഇങ്ങനെ പുറത്ത് വന്നുകൊണ്ടിരിക്കും. അപ്പൊ അതിനെ കൊണ്ട് നമ്മുടെ ഉള്ളിലെ വേദനയെ, അതായത് അതും നമുക്ക് ഉണക്കാൻ വേണ്ടി പറ്റണം. നമുക്ക് ചിലപ്പോൾ നല്ല രീതിയിൽ വിഷമങ്ങൾ വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ എങ്ങനെ ഇത് ശരിയാക്കാന്നൊന്നും അറിയില്ലെങ്കിലും ജസ്റ്റ് ഒരു പെന്നും പേപ്പറും എടുത്ത് നല്ല രീതിയിൽ എഴുതുക. അവർക്കൊരു കത്ത് എഴുതണ പോലെ എഴുതുക. അവർക്ക് കൊടുക്കൊന്നും വേണ്ട. നമുക്ക് കുറേ അനുഭവങ്ങൾ അങ്ങനെ ഉണ്ട്. നമുക്ക് സ്വന്തമായിട്ട് ചെയ്തു നോക്കാൻ പറ്റുന്ന കാര്യങ്ങളായത്. ഇതൊക്കെ നമ്മൾ കോച്ചിങ് പ്രോഗ്രാമിൽ കൊടുക്കുന്ന കാര്യങ്ങളാ. പക്ഷെ എന്താണ്, നിങ്ങൾക്കും കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാ പറയുന്നത്. എത്ര വലിയ മുറിവുകളായിക്കോട്ടെ, ഒരു പെന്നും പേപ്പറും എടുത്തിട്ട് എഴുതാം. അതിൽ നിങ്ങൾക്ക് അവരോട് പറയാനുള്ള ദേഷ്യമാണെങ്കിൽ അത് എഴുതാം, സങ്കടം തോന്നുന്നുണ്ടെങ്കിൽ അത് എഴുതാം. എല്ലാം എഴുതിയിട്ട് ലാസ്റ്റ് കൊടുത്തു കൊടുക്കുക. അപ്പൊ നമ്മുടെ ഉള്ളിലെ വേദന കൂടെ അവിടുന്ന് റിലീസായി അല്ലെ. അപ്പൊ ഈ ഒരു മെത്തേഡ് കൂടെ യൂസ് ചെയ്യാം. ചെയ്യുന്നവർക്ക് ഇതിന്റെ മാജിക് അനുഭവിച്ചറിയാൻ പറ്റും. എല്ലാ രീതിയിലും, ആത്മീയപരമായിട്ടാണെങ്കിലും മെന്റൽ ഹെൽത്തിലാണെങ്കിലും ഫിസിക്കൽ ആണെങ്കിലും എല്ലാ രീതിയിലും അറിയാൻ വേണ്ടി പറ്റും. അപ്പൊ ആത്മീയപരമായിട്ട് പറയാനുള്ള അതിനുള്ള അറിവോ കാര്യങ്ങളോ ഒന്നും എനിക്കില്ല, അതിനുള്ള ആളും അല്ല ഞാൻ. പക്ഷെ എനിക്ക് അറിയുന്ന കാര്യങ്ങൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാന്നുള്ളതാണ്. മനസ്സിന്റെ കാര്യങ്ങൾ പഠിച്ചൊരു കോച്ചായ സമയത്താണ് നമ്മൾ ഇത്തരം കാര്യങ്ങൾ ഇമ്പോർട്ടൻസ് മനസ്സിലായിട്ടുള്ളതും. പക്ഷെ അപ്പം നമുക്ക് വലിയൊരു ആളുകൾക്ക് ഇത് മനസ്സിലാക്കി കൊടുക്കണം. ആത്മീയപരമായിട്ടുള്ളത് മാത്രല്ല ഇത്, കൂലി കിട്ടാൻ മാത്രല്ല എന്നുള്ള ഒരു വലിയൊരു സംഭവം. അപ്പം അത് നിങ്ങളായിട്ട് ഷെയർ ചെയ്തതാണ്. ഇത് നിങ്ങൾ ജീവിതത്തിൽ ഉപയോഗപ്പെടുത്തുക. അപ്പോ അതുപോലെ തന്നെ നമ്മുടെ ഇന്നത്തെ സെഷനിൽ അല്ലെ, എല്ലാവരും വളരെ തിരക്കേറിയ ടൈമാണ്, റമദാനാണ്, വെള്ളിയാഴ്ചയാണ്. എല്ലാത്തിന്റെ ഇടയിൽ നിങ്ങൾക്കായിട്ടൊരു സമയം മാറ്റി വെച്ചതിന് താങ്ക് യു സോ മച്ച്. നമ്മുടെ അടുത്ത് എത്ര അറിവുണ്ട് എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. അത് കേൾക്കാൻ ആൾക്കാർ ഉണ്ടാകുന്ന സമയത്ത് നമുക്കത് ഷെയർ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പൊ ഇൻഷാ അല്ലാ ഇനി എല്ലാ മാസവും 3 ഫ്രീ സെഷന് നമ്മൾ പ്രൊവൈഡ് ചെയ്യും. എല്ലാ മാസവും മൂന്നെണ്ണം. അപ്പം അതിലൊക്കെ ജോയിൻ ചെയ്യാം. നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെടും എന്ന് തോന്നുന്ന ആളുകളിലോട്ടൊക്കെ എത്തിക്കാം. ഫ്രീ ആണല്ലോ. അപ്പൊ എത്ര ആൾക്കാരിലോട്ട് നിങ്ങൾക്ക് എത്തിക്കാൻ പറ്റുമോ എത്ര ആൾക്കാരിലോട്ട് നിങ്ങൾ എത്തിക്കാം. ഓക്കെ, താങ്ക് യു. Thank you, ma'am. താങ്ക് യു റേഹാന മാം, താങ്ക് യു മൊയ്തീൻകുട്ടി സർ. കുറെ ആൾക്കാർ താങ്ക്സ് പറഞ്ഞിട്ട്. താങ്ക് യു സക്കീന മാം. താങ്ക് യു എവ്രി വൺ. അപ്പം ഇനി ആർക്കും ഒന്നും ചോദിക്കാനോ പറയാനോ ഒന്നുമില്ല വിചാരിക്കുകയാണ്. ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ പേഴ്സണലി കണക്ട് ചെയ്യുക. നമ്മളെ ഗ്രൂപ്പിൽ നിങ്ങൾക്ക് പറയാവുന്നതാണ് കേട്ടോ. ഓക്കെ, അപ്പൊ ശരി. താങ്ക് യു. Thank you, ma'am. താങ്ക് യു ഫാത്തിമ മാം. ഓക്കെ, അപ്പൊ എല്ലാവർക്കും നല്ലൊരു റമദാനും നല്ലൊരു ലൈഫൊക്കെ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നിങ്ങളെ പ്രാർത്ഥനയിലൂടെ ഉൾപ്പെടുത്തുക. താങ്ക് യു സോ മച്ച്. അപ്പൊ ഇനി നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അടുത്ത സെഷൻ ഇതിപ്പോ 4ാമത്തെ ആണല്ലോ റമദാനിലെ, 5ാമത്തേത് നമ്മൾ അറിയിക്കും കേട്ടോ. ഓക്കെ, ഇൻഷാല്ല കാണാം. വൈൻഡപ്പ് ചെയ്യാണ് കേട്ടോ. അസ്സലാമു അലൈക്കും. Assalamu alaikum.